അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രികാലം നമുക്ക് ഒരുമിച്ച് ദൈവപാദപീഠത്തിങ്കൽ ഒരു പ്രാവശ്യം കൂടി ആയിരിക്കുവാൻ ജീവനുള്ള കർത്താവിനെ ഹാലലൂയ പുനരുത്ഥാനത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിലും ഹാലലൂയ വ്യാപരിക്കുമ്പോൾ, നമ്മുടെ ഇടയിൽ വ്യാപരിക്കുമ്പോൾ, നമ്മുടെ യേശു കർത്താവിന്റെ ആ സാന്നിധ്യം ഹാലലൂയ നമ്മളായിരിക്കുന്ന ഓരോ കുടുംബത്തിന്റെ അകത്തും ഹാലലൂയ നമ്മളായിരിക്കുന്ന ഓരോ കുടുംബത്തിന്റെ അകത്തും ആ ദൈവ സാന്നിധ്യം പ്രകടമാകുന്നതിന് വേണ്ടി അല്പസമയം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. ഈ നല്ല രാത്രി കാലം പിതാവിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഓരോരുത്തരെയും ഓരോ കുടുംബങ്ങളെയും കർത്താവെ ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരെയും എന്റെ പിതാവിന്റെ സന്നിധിയിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. ഇന്നത്തെ രാത്രിയിൽ അപ്പാ പിതാവേ, ഹല്ലേലൂയ, അങ്ങയുടെ വചനത്തിന്റെ ശക്തി അത് വിടുതലായി സൗഖ്യമായി ഹല്ലേലൂയ കർത്താവെ വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണമാക്കി എന്റെ സ്വർഗം വഴി മാറ്റാൻ പോകുന്നതിന് നന്ദി പറയുന്നപ്പാ. ഹല്ലേലൂയ ഹല്ലേലൂയ. തടസ്സമായിട്ട് എവിടെയെങ്കിലും അന്ധകാര മണ്ഡലങ്ങൾ ഹല്ലേലൂയ കരമുയർത്തി നിൽക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ എന്റെ യേശുവിന്റെ നാമത്തിൽ അന്ധകാര ശക്തികളുടെ നടുവിൽ ഹല്ലേലൂയ ജയം തന്ന എന്റെ ദൈവം ഹല്ലേലൂയ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശമുള്ള എന്റെ കർത്താവ് ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ നടുവിൽ അവിടുന്ന് ഉലാവിക്കൊണ്ടിരിക്കുന്നതിന് നന്ദി പറയുന്നപ്പാ. അഗ്നിജ്വാലയ്ക്കൊത്തിട്ടുള്ള കണ്ണുള്ള നാഥൻ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അന്ധകാര മണ്ഡലങ്ങളെ തകർത്ത് എറിയുന്ന അഭിഷേകത്തിന്റെ ശക്തി ഓരോ കുടുംബത്തിന്റെ അകത്തും അവിടുന്ന് പ്രതിഫലിക്കുമറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോ കുടുംബത്തെയും തിരു രക്തം കൊണ്ട് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ. ഒരു അന്ധകാര ശക്തികളും പൈശാചിക മണ്ഡലങ്ങളും എങ്ങും കാര്യം പ്രവർത്തിക്കുവാൻ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. എല്ലാ കുടുംബങ്ങളെയും തിരു രക്തം കൊണ്ട് മുദ്രയിട്ട് ഒരു പ്രാവശ്യം കൂടി പ്രാർത്ഥിക്കുന്നു. വചനം അങ്ങയുടെ സന്നിധിയിലേക്ക് അങ്ങയുടെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു പിശ. നന്ദിയോടെ സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ കൂട്ടായ്മയിലേക്ക് ഹല്ലേലൂയ എന്നെ ക്ഷണിച്ച കർത്താവിന്റെ പ്രിയ ശ്രേഷ്ഠ ദാസിയെ കുടുംബത്തെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് അല്പസമയം ആ പരിശുദ്ധ നല്ല ആത്മാവിന്റെ ആ ഒരുക്കത്തിൽ ഹല്ലേലൂയ ദൈവ സാന്നിധ്യത്തിൽ ആയിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. വർഷിപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രിയ മകളെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞ് നമ്മൾ ആരാധിക്കുമായിരുന്നല്ലോ. ഹല്ലേലൂയ. അല്പസമയം ഇനിയുള്ള 1 മണിക്കൂർ പിതാവാം ദൈവത്തിന്റെ പാദപീഠത്തിങ്കൽ നമ്മളായിരിക്കുമ്പോൾ അതേ ദൈവ സാന്നിധ്യം ആമേൻ ഹല്ലേലൂയ ഇതുവരെ അനുഭവിച്ച ഈ കഴിഞ്ഞ നാളുകളിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ദിവസവും ഈ പ്ലാറ്റ്ഫോമിന്റെ അകത്ത് ഹല്ലേലൂയ തുളുമ്പി നിൽക്കുന്ന, ഞാൻ അങ്ങനെ പറയൂ ഹല്ലേലൂയ, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഈ പ്ലാറ്റ്ഫോമിന്റെ അകത്തേക്ക് വരുവാൻ. കാരണം എന്ന് പറയുന്നത് രാവിലെയും വൈകിട്ടും എല്ലാം നല്ല അനുഗ്രഹിക്കപ്പെട്ട ഹല്ലേലൂയ പ്രാർത്ഥനകളും ആരാധനകളും ഹല്ലേലൂയ മെസ്സേജുകളും ഒക്കെ ഹല്ലേലൂയ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോം. ഹല്ലേലൂയ പ്രഭാതയാമത്തിൽ തന്നെ ഇതിന്റെ അകത്ത് തുടങ്ങും. ആമേ, ഞാൻ ഇതിൽ ജോയിൻ ചെയ്യുന്നില്ലെങ്കിൽ മെസ്സേജിനൊക്കെ കയറി വരുന്നോളെങ്കിലും ഹല്ലേലൂയ ഈ ലിങ്ക് ഒക്കെ കാണുമ്പോൾ ഇതിൽ എഴുതിയിട്ടുണ്ട് ഈവനിങ്ങും മോർണിംഗിലും എല്ലാം. ആമേ ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മളിങ്ങനെ ക്യാമറയൊക്കെ ഓൺ ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴേ ഞാൻ എപ്പോഴും പറയുന്നതാ ഹല്ലേലൂയ, നമ്മൾ മാത്രമല്ല നമ്മളെ കാണുന്നത്, സ്വർഗീയ പിതാവ് ഹല്ലേലൂയ നമ്മളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാ. ഹല്ലേലൂയ. പിതാവ് പറയും എന്റെ മുമ്പില് ഹല്ലേലൂയ ഹല്ലേലൂയ ക്യാമറയൊക്കെ ഓൺ ചെയ്തിരിക്കുന്ന തന്റെ കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട് പിതാവ് പറയാം, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. അല്പമേ വേണ്ടു, അല്ല ഒന്നു മതി. ഹല്ലേലൂയ. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. അത് അവളിൽ നിന്ന് ആർക്കും അപകരിച്ചു കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇന്ന് രാത്രിയിലും അത് തന്നെ ഞാൻ വിളിച്ചു പറയുകയാ. അല്ലെ, നമ്മൾ പ്രാപിച്ചിരിക്കുന്ന, നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ, നമ്മൾ ദിനംതോറും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദൈവ സാന്നിധ്യം നമ്മളിൽ നിന്ന് ഒരു ശക്തിക്കും അപകരിച്ചു കൊണ്ടുപോകുവാൻ പറ്റത്തില്ല. എവിടെയെല്ലാം കംപ്ലൈന്റുകൾ ഉയർന്നെന്ന് പറഞ്ഞാലും, ആരെല്ലാം കംപ്ലൈന്റ് പറഞ്ഞെന്ന് പറഞ്ഞാലും, മാർത്ത വളരെ കംപ്ലൈന്റ് പറഞ്ഞു ഹല്ലേലൂയ മറിയെ പറ്റി, നമുക്കറിയാവുന്ന കാര്യങ്ങളാ. പക്ഷെ മറിയെ, നീ പ്രാപിച്ചിരിക്കുന്നത് നിന്നിൽ നിന്ന് അപകരിക്കുവാൻ ഒരു ശക്തിക്ക് ഞാൻ വിട്ടുകൊടുക്കത്തില്ല. റിബല
ഹതുരികടക ശബ്ദന എന്റെ പ്രസംഗ വിഷയമല്ല. പരിശുദ്ധാത്മാവ് ഇത് ആരംഭത്തിൽ തന്നെ പറയുകയാ, മറിയേ നീ പ്രാപിച്ചിരിക്കുന്ന ഹല്ലേലൂയ നല്ല അംശമുണ്ടല്ലോ, അതിന് ഈ ലോകത്തിന്റെ ഏത് ശക്തികൾ വന്ന് നിന്നെ ഹല്ലേലൂയ അതില്ലായ്മയാക്കുവാൻ നോക്കിയാലും കർത്തൻ വിളിച്ചു പറയുന്നു, അത് നിന്നിൽ നിന്നും അപകരിച്ചു കൊണ്ടുപോകുവാൻ ഈ ഉലകത്തിൽ ഒരു വ്യക്തിക്കും ഞാൻ അനുവാദം കൊടുക്കത്തില്ല. ആരംഭത്തിൽ തന്നെ ചില വെല്ലുവിളികളുമായിട്ട് നിൽക്കുന്ന ഏതോ കുടുംബങ്ങളെ നോക്കി ഹല്ലേലൂയ ഒരു വലിയ ചലഞ്ചിങ് സിറ്റുവേഷന്റെ അകത്ത് നിൽക്കുന്ന ചില കുടുംബങ്ങൾ എന്നെ കേൾക്കുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ സ്വർഗത്തിൽ നിന്നും ഹല്ലേലൂയ പരിശുദ്ധൻ ഇങ്ങനെ പറയാൻ പറയുന്നു, ആമേൻ, നീ പ്രാപിച്ചതിനെ, നിനക്ക് അവകാശപ്പെട്ടതിനെ, ഹല്ലേലൂയ നീ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതിനെ, ദൈവപാദപീഠത്തിങ്കൽ ഇരുന്നു കൊണ്ട് നീ കഷ്ടപ്പെട്ട് നേടിയെടുത്തതിനെ ഈ ഉലകത്തിൽ ഒരു വ്യക്തിക്കും ഞാൻ വിട്ടുകൊടുക്കത്തില്ല എന്ന്. ഹല്ലേലൂയ അതങ്ങ് ഏറ്റെടുത്തേ. വെല്ലുവിളികളിൽ കൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും കുടുംബങ്ങൾ എനിക്കറിയാം ഇന്ന് രാത്രിയിൽ ഇതിന്റെ അകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. എങ്ങോട്ട് നോക്കിയാലും തിരമാലകൾ പോലെ, നാല് സൈഡിലും മുക്കിക്കളയുന്ന തിരമാലകൾ പോലെ, ഹല്ലേലൂയ റബല ഹതുരികടകരക ശതനാദനകടക, നാല് സൈഡും മതില, എങ്ങോട്ടും തിരിയാൻ പറ്റുന്നില്ല. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാ പറയുന്നു, ആ മതിലിനെ പൊളിക്കുന്ന അഭിഷേകം നിന്റെ മുകളിൽ കർത്തനിട്ടിട്ടുണ്ടെന്ന്. റിബല ഹതുരിക ശതനാദനകടക, ഹല്ലേലൂയ. ശത്രുവായവൻ കെട്ടിവെച്ചിരിക്കുന്ന മതിലിനെ പൊളിക്കുന്ന അഭിഷേകം. ആമേൻ. ഉഡബരക ശതനാലറബ ശതനെ. ഹല്ലേലൂയ. ജോശുവ 6:1 ഒരു വാക്യം വായിക്കുന്നുണ്ട്, ഇസ്രായേൽ മക്കൾ നിമിത്തം യെരിഹോവിനെ അടച്ചുറപ്പാക്കി. എനിക്കറിയത്തില്ല ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ഇതെല്ലാം പറയുകയാ. പ്രസംഗത്തിന്റെ അകത്തേക്ക് കേറിയിട്ടില്ല, ദൈവം തന്ന മെസ്സേജിന്റെ അകത്തേക്ക് കേറിയിട്ടില്ല. ഒരു കൂട്ടത്തെ ഭയപ്പെട്ടുകൊണ്ട് ഹല്ലേലൂയ ശത്രുക്കള് യെരിഹോ പട്ടണം അടച്ചുറപ്പാക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ വാഗ്ദത്തം പ്രാപിച്ചതിനെ അകത്തോട്ട് കയറ്റി വിടാതെ വണ്ണം, വാഗ്ദത്തം പ്രാപിച്ചത് ഇങ്ങോട്ട് കയറരുത് എന്ന് പറഞ്ഞ് ഹല്ലേലൂയ ഒരു കൂട്ടം ആ കോട്ട കെട്ടി ഉറപ്പാക്കി കഴിഞ്ഞ് അടച്ചു പൂട്ടി. ഹല്ലേലൂയ. അവർക്കറിയാം ഹല്ലേലൂയ വാഗ്ദത്തം പ്രാപിച്ചവർ കടന്നു വരികയാ. ഹല്ലേലൂയ. യെരിഹോ പട്ടണത്തെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, ഇസ്രായേൽ ജനത്തിന് ദൈവം പ്രോമിസ് ചെയ്ത ഒരു ലാൻഡ് ഉണ്ട്, കനാൻ ദേശം. ആമേൻ. ഈ കനാൻ ദേശത്ത് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ യെരിഹോ കോട്ട അങ്ങോട്ട് മുന്നോട്ട് യെരിഹോ കോട്ട കടന്നു പോയെങ്കിലേ അത് അവിടേക്ക് ചെല്ലാൻ പറ്റൂ. പക്ഷേ ആ വാഗ്ദത്ത നാട്ടിൽ എത്തപ്പെടുന്നതിന് മുമ്പേ തടസ്സങ്ങളാ, ഒന്നിനുമേൽ ഒന്ന് മാറി. ഹല്ലേലൂയ. പല വിധത്തിൽ തടസ്സങ്ങൾ തന്റെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ കടന്നു വന്നു. ഹല്ലേലൂയ. ചെങ്കടൽ കടന്നു വന്നു, മരുഭൂമിയുടെ അവസരങ്ങൾ കടന്നു വന്നു. ഹല്ലേലൂയ. കിട്ടിയ വെള്ളമെല്ലാം കയ്പായി മാറിയ അവസരങ്ങൾ കടന്നു വന്നു. പക്ഷെ ചെങ്കടലിനെ പോലും ഹൈവേ ആക്കി സ്വർഗം മാറ്റി കൊടുത്തു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ വിശ്വസിച്ചേ, ചെങ്കടൽ പോലെ നിൽക്കുന്ന പർവ്വത സമാനമായ ചില വിഷയങ്ങളെ നോക്കിക്കൊണ്ട് ഇനി എന്ത് കർത്താവേ എന്ന് ആരാ ചിന്തിക്കുന്നത്? മുന്നോട്ട് എന്റെ വഴി എന്ത് എന്ന് ആരാ ചിന്തിക്കുന്നത്? ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ സ്വർഗം പറയുന്നു, നിന്റെ ചെങ്കടലിനെ ഞാൻ ഹൈവേ ആക്കി മാറ്റും. ഹല്ലേലൂയ. അത് കഴിഞ്ഞെന്ന് പറഞ്ഞാലും മുന്നോട്ട് ചെല്ലുമ്പോ മരുഭൂമിയാണെന്ന് കേട്ടോ, അവിടെയും കിട്ടുന്ന വെള്ളം കയ്പായിരിക്കുമെന്ന്. പക്ഷെ അതിനെയും ഹല്ലേലൂയ മധുരമാക്കുവാൻ ഞാനൊരു സൊല്യൂഷൻ നിർത്തിയില്ലേ? ചില കുടുംബത്തോട് പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു ഇന്ന് രാത്രിയിൽ, മുന്നിൽ നിൽക്കുന്ന യെരിഹോ മതിലിനെ കണ്ടുകൊണ്ട് അതിൽ സ്തംഭിച്ചു നിൽക്കുന്ന ചില കുടുംബത്തോട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ വളരെ വ്യക്തമായി ഇടപെടുകയാ. ഞാൻ ചെങ്കടലിനെ നിനക്ക് വേണ്ടി തുറന്നു തന്നില്ലേ? മരുഭൂമിയിൽ ഞാൻ നിനക്ക് ഹല്ലേലൂയ കുടിക്കുന്നതിനുള്ള ജലം കയ്പായിട്ടും അതിനെ മധുരമാക്കിയില്ലേ? മരണ യോർദാനെ ശബല ഹതുരിമാന ഗദുനാരക ശന്തലെ, അതിന്റെ
നടുവിൽ ഞാൻ വഴി തെളിയിച്ചു തന്നില്ലേ? ഇന്ന് രാത്രിയിൽ നിന്റെ മുന്നിൽ നിൽക്കുന്ന മതിലിനെ നോക്കിക്കൊണ്ട് വിളിച്ചു പറ, ഹല്ലേലൂയ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. വിളിച്ചു പറയാവോ? ഓ, ഇന്ന് രാത്രി വളരെ ദൈവ സാന്നിധ്യം ചലിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാ. ഹല്ലേലൂയ, ആത്മാവിൽ ആരാധിച്ചുകൊണ്ട് തന്നെ അതിനെ ഏറ്റെടുത്തോ. അമേൻ, അമേൻ, അമേൻ. സ്തുതി സ്തോത്രങ്ങൾ എവിടെ ഉയരുന്നോ അവിടെ മതിൽ തകർന്നു വീഴും. ശബല ഹതുരിമാനക ശന്തലെ. മതിൽ തകർന്നു വീഴണമെങ്കിൽ സ്തുതി സ്തോത്രങ്ങൾ ഉയരണം. ഇന്ന് രാത്രിയിൽ ഈ ദൈവ സാന്നിധ്യം ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒന്നറിയുന്നു, ഇന്ന് രാത്രിയിൽ സ്വർഗത്തിലെ ദൈവം ചിലത് ചെയ്തെടുക്കും. ചില കുടുംബങ്ങളെ നോക്കി. അമേൻ, അമേൻ, അമേൻ. ഹല്ലേലൂയ. നാളുകൾ കൊണ്ട് വാഗ്ദത്തങ്ങൾ കേട്ടു, പല തടസ്സങ്ങളാ. ഹല്ലേലൂയ. മതില് പോലെ നിൽക്കുകയാ, മുമ്പോട്ട് പോകുവാൻ കഴിയുന്നില്ല. അൽമാന ഹത്തൂരി ബാരക ശംദാനാരബ. അവകാശപ്പെട്ടത് പോലും കയ്യിലേക്ക് കടന്നു വരാതെ വണ്ണം അതിനെ തട്ടി മാറ്റി എറിയുന്ന അനുഭവങ്ങൾ. അൽമാന ഹതുരാരക ശബ്ദനാഥനക. അവകാശപ്പെട്ട സ്നേഹങ്ങൾ കിട്ടാതെ പോകുന്ന, അല്ലെങ്കിൽ അവകാശപ്പെട്ടതായ സമ്പത്ത് കിട്ടാതെ പോകുന്ന, അവകാശപ്പെട്ട സ്ഥലത്തേക്ക് ഒന്ന് എത്തി നോക്കുവാൻ പോലും കഴിയാതെ വണ്ണം അല്ലെങ്കിൽ മതിൽ കെട്ടി നിൽക്കുന്നത് പോലെയുള്ള അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന ജീവിതമേ, ഇന്ന് രാത്രി അത് തകരുവാണെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, അങ്ങനെ തന്നെ വിശ്വസിച്ചേ. ഹല്ലേലൂയ. എന്റെ മുന്നിൽ നിൽക്കുന്ന പർവ്വത സമാനമായ ഈ മതിൽ ഇന്ന് രാത്രി അത് ഉടഞ്ഞു വീഴുകയാ. റബലഹതുരിമാനവ ശബ്ദനെ ഇരിക്കുന്ന ഇടത്ത് നിന്നുകൊണ്ട് ഡിക്ലെയർ ചെയ്ത് പറഞ്ഞേ, ഓ റബശത്തന, ഇതൊന്നും പറയാൻ വന്നല്ല. ഹല്ലേലൂയ. സ്വർഗം ഇന്ന് രാത്രിയിൽ ആ ദൈവ സാന്നിധ്യത്തിന്റെ അകത്തു നിന്നുകൊണ്ട് ഇത് പറയിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ചില വിടുതൽ അത് പക്കയാ. ആമേൻ. ഓ റബലഹ ശത്തനാരബാരക ശബ്ദലെ. യേശു കർത്താവിന്റെ ദൃഷ്ടി ഒന്ന് പതിഞ്ഞാൽ അവിടെ വിടുതലാണെന്ന് ഹല്ലേലൂയ വിശ്വസിച്ചെടുക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. ലിസി ജോൺ ബാംഗ്ലൂർ ആന്റി, ഹല്ലേലൂയ, അത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. കുടുംബത്തിന്റെ അകത്ത് ഹല്ലേലൂയ കർത്താവിന്റെ ദൃഷ്ടി പതിയാൻ പോകുക. അൽമാന ദൈവദൂതന്മാർ ഇറങ്ങേണ്ട ഇടത്ത് ചില മതില് പോലെ കെട്ടി നിൽക്കുന്ന അവസ്ഥകൾ. ഹല്ലേലൂയ. ദൈവദൂതന്മാർ ചില കുടുംബത്തിന്റെ അകത്തേക്ക് അത് ഹല്ലേലൂയ മാർച്ച് ചെയ്യുകയാണ്. ആത്മാവിൽ ഇരുന്നു കൊണ്ട് ആരാധിച്ച് ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ഒറ്റ വാക്കുമതി. പറയപ്പ, എനിക്ക് യോഗ്യതയൊന്നും ഇല്ലെന്നൊന്ന് പറഞ്ഞേ. എനിക്ക് യോഗ്യതയില്ല, പക്ഷേ നിന്റെ ഒരു വാക്കുമതി. ഹല്ലേലൂയ. എന്റെ വീട്ടിന്റെ അകത്തൊരു വിടുതൽ നടക്കുവാൻ ഒരു വാക്കുമതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മത്തായി 8:7 ഹല്ലേലൂയ എടുത്ത് കർത്താവ് തന്ന വചനമാ. പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ ഹല്ലേലൂയ ചില വിടുതലിന്റെ ശുശ്രൂഷ ഇന്ന് ഇതിന്റെ അകത്ത് ചെയ്യണമെന്നുള്ളത് ദൈവത്തിന്റെ പ്ലാൻ ആയതുകൊണ്ട് മാത്രം ഹല്ലേലൂയ ഇൻട്രൊഡക്ഷന്റെ അകത്തൂടെ കർത്താവ് കയറ്റിവിട്ടു. ആമേൻ. ഹല്ലേലൂയ. മീറ്റിംഗിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം സംസാരിച്ച ഒരു വാക്യമായി 8:7 മത്തായിയുടെ സുവിശേഷം 8:7. അവൻ അവനോട്, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന്റെ 6 കൂട്ടി നമുക്ക് വായിക്കാം. കർത്താവെ, എന്റെ ബാല്യക്കാരൻ പക്ഷപാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ചു. അവനവനോട്, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. അതിന് ശതാധിപൻ, കർത്താവെ, നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്കു മാത്രം കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 13 കൂടെ ചേർത്ത് ഞാൻ വായിക്കുന്നു. പോക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവന്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു. നമ്മുടെ വിശ്വാസം എന്താണോ അതാണ് ഇന്ന് രാത്രിയിൽ സംഭവിക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ വിശ്വസിച്ചതുപോലെയാണ് സംഭവിക്കാൻ പോകുന്നത്. യേശു കർത്താവ് അങ്ങനെയാണ് ആ ശതാധിപനോട് പറഞ്ഞത്. നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവിടെ സൗഖ്യം വന്നു എങ്കിൽ അതേ പുനരുത്ഥാനത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിലും നമ്മളായിരിക്കുന്ന കുടുംബത്തിന്റെ അകത്ത്, നമ്മുടെ ഓരോ വിഷയത്തിന്റെ അകത്തും അവിടുന്ന് ആ ദൈവത്തിന്റെ ശക്തി ഹല്ലേലൂയ പകർന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളാ. ഹല്ലേലൂയ. ഉപേക്ഷയായിട്ട് ആരും ഇരിക്കരുത്. ഹല്ലേലൂയ. അഗ്നിജ്വാലയ്ക്കൊത്തിട്ടുള്ള കണ്ണുള്ള കർത്താവ് നമ്മളെ
ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളായി ഈ രാത്രിയിൽ ഔഡാബരക ശത്രുനാരഭ, ആ ദൈവ സാന്നിധ്യം അതുപോലെ നിങ്ങൾ ഇരിക്കുന്ന റൂമിന്റെ അകത്തേക്ക് അത് കടന്നു വന്നുകൊണ്ടിരിക്കുക. അല്ല, ഇവിടെ ഞാൻ അനുഭവിക്കുന്ന അതേ ദൈവ സാന്നിധ്യം നിങ്ങളുടെ കുടുംബങ്ങളുടെ അകത്തേക്ക് ഇന്ന് രാത്രിയിൽ അത് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ. ദൂതന്മാർ ഇറങ്ങേണ്ടതിടത്ത് ദൈവം ദൂതന്മാരെ ഇറക്കും. ഹല്ലേലൂയ. മനുഷ്യർക്ക് ചെയ്തെടുക്കുവാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ ദൈവം തന്റെ ദൂതനെ അയക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിലെ ദൈവം ആദ്യത്തെ ദിവസം തന്നെ മറുപടി കൊടുത്തതാ, പക്ഷേ തന്റെ കരത്തിലേക്ക് അത് വന്നില്ല. ഹല്ലേലൂയ. പിന്നെയും ഇരുന്ന് പ്രാർത്ഥിക്കുകയാ. ഹല്ലേലൂയ. സ്വർഗം നോക്കി ഹല്ലേലൂയ, അയ്യോ ഞാൻ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തതാ, പിന്നെയും എന്റെ ഭക്തൻ ഇരുന്ന് കരയുകയാ. ദൈവമക്കളെ, അന്തരീക്ഷ മണ്ഡലത്തിൽ തടഞ്ഞു നിർത്തുന്ന അന്ധകാര ശക്തികൾ ഉണ്ട് കേട്ടോ. ഹല്ലേലൂയ. അന്ധകാര ശക്തികളെ വെട്ടിക്കളയുവാൻ സ്വർഗത്തിലെ ദൈവം മീഖായേലിനെ നിർത്തിയെങ്കിൽ മനുഷ്യർക്ക് ചെന്നെത്തുവാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ ദൈവം തന്റെ ദൂതനെ അയച്ച് വിടുതൽ നൽകുമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ പറ്റും? ഏത് സാഹചര്യത്തിന്റെ അകത്തു കൂടെ പോയെന്ന് പറഞ്ഞാൽ ദൈവത്തോട് പറ്റിച്ചേർന്ന് ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് ദൈവപ്രമാണം അനുസരിച്ച് നടക്കുന്ന വ്യക്തിയാണോ, നീ ലജ്ജിച്ചു പോകുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ദൈവവചനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എന്റെ ദൈവത്താൽ ഞാൻ വീര്യം പ്രവർത്തിക്കും. ആമേൻ. ആ വിശ്വാസം ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുവാൻ സ്വർഗം ഇറങ്ങി വരും. ആമേൻ. ഹല്ലേലൂയ. യേശു കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷ വേളകളിൽ അനേക സ്ഥലങ്ങളിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ ഹല്ലേലൂയ, കാൽനടയായി വന്നവർക്കെല്ലാം സൗഖ്യം കൊടുക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് സുവിശേഷത്തിൽ. എന്ന് പറഞ്ഞാൽ കാൽനടയായിട്ട് തന്റെ വചനം കേൾക്കുവാനായിട്ട് അനേകർ ഒന്നിച്ചുകൂടി അവിടെ എല്ലാം വിടുതൽ നടന്നു. ഹല്ലേലൂയ. ഇതൊക്കെയും വായിക്കുമ്പോൾ എന്റെ ഉള്ളു കത്തിക്കൊണ്ടിരിക്കും. ഞാൻ ഇങ്ങനെ പറയും, ഹല്ലേലൂയ, ഞാൻ ചെല്ലുന്ന ആ സ്ഥലങ്ങളിലെല്ലാം പറയും, അന്ന് ആ സൗഖ്യം നടന്ന അതേ ശക്തി ഇന്നും വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയാ. ആമേൻ. ഹല്ലേലൂയ. അവിശ്വസിക്കുന്നവർക്ക് വേണ്ടി അല്ലെന്ന്. ഹല്ലേലൂയ. മുൻവിധിയോട് കൂടെ ഇരിക്കുന്നവർക്ക് വേണ്ടി അല്ലെന്ന്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രിയിൽ വിശ്വസിക്കാമോ? എനിക്ക് വേണ്ടി പുനരുത്ഥാനത്തിന്റെ ശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കുവാണെന്ന്. യേശുവിന്റെ രക്തം ജയമെടുക്കുക. മക്കളെ, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ടാ പറയുന്നേ. ഹല്ലേലൂയ. ഒരു ഭവനത്തിൽ പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്നപ്പോൾ ഹല്ലേലൂയ, അവിടെ ആത്മാവിന്റെ ശക്തിയിൽ അവിടെ ദൈവ സാന്നിധ്യം നിറഞ്ഞുകൊണ്ട് പ്രാർത്ഥന നടക്കുകയാ. ദൂരത്തിലായിരുന്ന അവരുടെ മകൻ ഹല്ലേലൂയ 7 ദിവസം പനിയാൽ ഭാരപ്പെട്ട് ഹല്ലേലൂയ ആഹാരമൊന്നും കഴിക്കാതെ ശരീരം കംപ്ലീറ്റ് വീക്ക്നെസ് ആയിട്ട് ടാബ്ലറ്റ്സും ഗുളികളും മരുന്നുകളെല്ലാം ഉണ്ടായിട്ടും അതിന്റെ ഒന്നും ഒരു ഫലവും ഇല്ലാതിരിക്കുമ്പോൾ ആ വീട്ടിൽ ആത്മാവിന്റെ നിറവിൽ നടന്ന ആ പ്രാർത്ഥനയ്ക്കകത്ത് ആ ദൈവശക്തി ദൂരത്തിലിരുന്ന തന്റെ കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് അത് വ്യാപരിച്ചു. ആമേൻ. അത്ഭുത സാക്ഷിയ ആ നിമിഷം തന്നെ കേട്ടത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ കുഞ്ഞ് തന്റെ അമ്മയ്ക്ക് ഫോൺ വിളിച്ചു പറഞ്ഞു, അമ്മ ഹല്ലേലൂയ, അമ്മ ഇപ്പോൾ എവിടെയാ ഇരിക്കുന്നത്? 7 ദിവസം കൊണ്ട് ശരീരത്തിന് ബലമില്ലാതിരുന്ന എന്റെ ശരീരത്തിന്റെ അകത്തേക്ക് ഒരു പുതിയ ശക്തി വ്യാപരിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന മധ്യേ കേട്ട ശബ്ദമെങ്കിൽ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് പറയുകയാ, നിങ്ങളായിരിക്കുന്ന കുടുംബത്തിന്റെ അകത്ത് ഹല്ലേലൂയ ഏത് വിഷയമാണെന്ന് പറഞ്ഞാലും, ദൂരത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എവിടെ ഇരിക്കുന്നെന്ന് പറഞ്ഞാലും, കുടുംബക്കാർ എവിടെ ഇരിക്കുന്നെന്ന് പറഞ്ഞാലും, വിശ്വസിക്കാമോ? ഈ ശക്തി ഇതാ കടന്നു ചെല്ലുകയാ. ശബലഹദുരി. ദാനിയേലിന് വേണ്ടി ഇറങ്ങി വന്ന ആ ദൈവത്തിന്റെ ദൂതന്മാർ, വിശ്വസിക്കാമോ? ഞാൻ ഇരിക്കുന്ന ഭവനത്തിൽ നിന്നും എന്റെ വിഷയങ്ങൾക്ക് വേണ്ടി മറുപടി തരുന്നതിന് വേണ്ടി ദൈവദൂതന്മാർ ഇറങ്ങുന്നുണ്ടെന്ന് വിശ്വസിക്കാമോ? ഹല്ലേലൂയ. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കൂടെ അല്ലാതെ എനിക്കൊന്നും പറയാനില്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ദൈവം നടത്തിയ വഴികൾ ഓർത്താൽ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ
വിശ്വാസത്തിൽ നിന്ന് പറയുമ്പോൾ ഹല്ലേലൂയ ഒത്തിരിയും കൂടെ കോൺഫിഡന്റിൽ നമുക്ക് നിൽക്കുവാൻ പറ്റും. ദൈവം നമ്മെ നടത്തുന്ന വഴികള്, ദൈവം നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വിധങ്ങള്, ഇതൊക്കെ ഓർക്കുമ്പോൾ ഈ വചനവുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഹല്ലേലൂയ പറയാതിരിക്കുവാൻ കഴിയത്തില്ല. ഇന്ന് രാത്രിയിൽ വിശ്വസിക്കാമോ? ഹല്ലേലൂയ എന്റെ സാക്ഷി ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഹല്ലേലൂയ ഒട്ടനവധി പേർ അത് കേട്ടുണ്ടായിരിക്കും. പ്രിയ ദേവദാസൻ ഈ ലോകം വിട്ടുപോയപ്പോൾ ഹല്ലേലൂയ BP ബ്ലഡ് പ്രഷർ കൂടി ഒരു ബെഡിൽ ഇങ്ങനെ തകർന്നവളായി ഞാൻ കിടക്കുകയാ. ഹല്ലേലൂയ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുവാൻ പോലും കഴിയാതെ, കരമൊന്ന് ഉയർത്തി പൊക്കി പിടിച്ച ആ വെള്ളമൊന്ന് കുടിക്കുവാൻ കഴിയാതെ, വേദന, കൈ തളർച്ചയായാലും കാലുകൾ, ശരീരമാസകലം ബലഹീനമായിട്ട് BP ബ്ലഡ് പ്രഷർ കൂടി ഹൈ BP ആയിട്ട് നിൽക്കുന്ന ഒരു സമയം ഹല്ലേലൂയ കൂടുതൽ കൂടി കഴിഞ്ഞപ്പോഴ് 2 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ അവർ പറയുന്നു, മമ്മി ഹല്ലേലൂയ ഹോസ്പിറ്റലിൽ പോകാം. ഹല്ലേലൂയ കുഞ്ഞുങ്ങൾ കരഞ്ഞു നിൽക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ ഓർത്ത് ഹല്ലേലൂയ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ പറഞ്ഞു ജീവിത അവസാനം വരെ ഈ ടാബ്ലറ്റ് എടുക്കണമെന്ന്. BPയുടെ ടാബ്ലറ്റ് എടുക്കണമെന്ന്. ഹല്ലേലൂയ പ്രിയ ദേവദാസൻ നിത്യതയിൽ ചേർക്കപ്പെട്ട ആ മാസങ്ങൾ ഹല്ലേലൂയ ടെൻഷൻ കൂടി മുന്നോട്ട് എങ്ങനെയെന്നുള്ള ഒരു ചിന്തകളെല്ലാം കൂടെ വന്നിട്ട് ടെൻഷൻ കൂടി വന്ന അസുഖം ഹല്ലേലൂയ അത് കുറയുന്നില്ല, ഹൈ ആയിട്ട് നിൽക്കുക. ഡോക്ടർ പറഞ്ഞു ടാബ്ലറ്റ് എടുക്കാതെ പറ്റത്തില്ല കുഞ്ഞെ, നിനക്ക് 2 കുഞ്ഞുങ്ങളില്ലേ, അവരെ ഓർത്തെങ്കിലും നീ ഇതെടുത്തേ പറ്റൂ, അല്ലെങ്കിൽ നീ തളർന്നു വീണു പോകുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ അതുപോലെ കൂടി നിൽക്കുകയാ. ആമേൻ ഹല്ലേലൂയ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ അത് മേടിച്ചു. ഡോക്ടർ പറഞ്ഞ ടാബ്ലറ്റ് മേടിച്ച് ഭവനത്തിൽ കൊണ്ടുവന്ന് കയ്യിലെടുത്ത്, കർത്താവേ നീ അല്ലാതെ ആരുമില്ലപ്പാ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അതുവരെ ടാബ്ലറ്റുകളൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ലായിരുന്നു. ഹല്ലേലൂയ അതെടുത്ത് കയ്യിലേക്ക് ഇങ്ങനെ എടുത്ത് അത് കുടിക്കാനായിട്ട് മൂത്ത കുഞ്ഞ് വെള്ളം ആട്ട് നിൽക്കുന്ന മമ്മി വെള്ളം ഹല്ലേലൂയ അവന്റെ കയ്യിൽ നിന്ന് അവനിങ്ങനെ പിടിച്ചു തരാനായിട്ട് നിൽക്കുക, വെള്ളം കുടിപ്പിക്കുക. എനിക്ക് കൈ പോലും പൊക്കാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് കാണുക ആ ടാബ്ലറ്റ് എന്റെ കയ്യിൽ നിന്നും ആരോ കളയുന്നത് പോലെ പുറത്തു പോയി. ഹല്ലേലൂയ കൈക്ക് അത് പുറത്തു പോയി, തറയിൽ എവിടെയോ പോയി. കുടിക്കാൻ എടുക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് അവിടെ എല്ലാം കുഞ്ഞുങ്ങളോട് പറഞ്ഞ് നോക്കുമോനെ, അവിടെ ഒന്നും അവർ കണ്ടില്ല, അത് എവിടെ പോയെന്ന് പോലും അത് കാണാനില്ല. ഹല്ലേലൂയ ദൈവമക്കളെ പറയട്ടെ, ഈ സാക്ഷി എന്തിനാ പറയുന്നതെന്നറിയാവോ? നമ്മുടെ ദൈവത്താൽ കഴിയാത്തത് ഒന്നുമില്ല. പെട്ടെന്ന് ഞാൻ ആ ബെഡിലേക്ക് കിടക്കുന്ന സമയത്ത് ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ പുറത്തു പോയി കളിക്ക്, ഞാൻ അല്പസമയം ഞാൻ എന്നെ ഒറ്റയ്ക്ക് നിങ്ങളൊന്ന് വിട്. ഞാൻ ബെഡിലേക്ക് തളർന്നവളായി ആ ടാബ്ലറ്റ് കുടിക്കാതെ ഞാൻ ആ കട്ടിലെ തന്നെ വീണ് കിടന്നു. ഹല്ലേലൂയ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ഞാൻ കാണുന്ന ഒരു ദർശനമുണ്ട്. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ, ഉറങ്ങിയതൊന്നുമില്ല, തളർന്നു കിടക്കുന്ന സമയത്ത് കാണുന്ന ഒരു ദർശനമാ. ഒരു കരം എന്റെ തലയുടെ മുകളിൽ ഇങ്ങനെ നിൽക്കുകയാ. ഒരു കരം ഹല്ലേലൂയ ഒരു കരം ഇങ്ങനെ നിൽക്കുക. ഞാൻ നോക്കൂ ഇതാരുടെ കരമാ? പെട്ടെന്ന് ഞെട്ടി ഉണർന്നു ഹല്ലേലൂയ നോക്കിയപ്പോൾ എന്റെ അടുത്ത് കുഞ്ഞുങ്ങൾ ആരുമില്ല. ഇതാരുടെ കരമാ? ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എന്റെ ദൈവത്തിന്റെ കരമല്ലാതെ അത് മറ്റൊരു കരമല്ലായിരുന്നു. ദൈവത്തിന്റെ ശക്തി ഉണ്ടോ എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ? ഹല്ലേലൂയ അല്പസമയം 2 മിനിറ്റും കൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ ചാടി എഴുന്നേറ്റ് ഞാൻ നോക്കിയപ്പോൾ എന്റെ ശരീരം ഹല്ലേലൂയ ബലഹീനമായ അവസ്ഥകൾ മാറി. ആ BPകളൊന്നും പിന്നെ ഇല്ല, കൈകാൽ കഴപ്പുകളില്ല, ശരീരത്തിൻ്റെതായ തളർച്ചകളില്ല, ഷോൾഡർ പെയിൻ ഒത്തിരി ഉണ്ടായിരുന്നു, അതൊന്നും എനിക്കില്ല. കംപ്ലീറ്റ്ലി പഴയ സമയത്ത് എങ്ങനെയായിരുന്നോ ഞാൻ അതുപോലെ ഞാൻ എഴുന്നേറ്റ് നിന്ന് പിന്നെ ഓടി ചാടി കുഞ്ഞുങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കുവാനും പ്രാർത്ഥനയ്ക്ക് പോവാനും എല്ലാം സ്വർഗം എന്നെ സഹായിച്ചു. ഒരു കിടപ്പ് കിടന്ന് ഞാൻ ദൈവമക്കളെ നാളിതുവരെ ഇന്നേക്ക് 7 വർഷങ്ങൾ ആകുന്ന സമയത്ത് ഹല്ലേലൂയ ഇന്നേക്ക് 7 വർഷങ്ങൾ ആകുമ്പോൾ ഹല്ലേലൂയ എന്റെ പിതാവിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് പറയട്ടെ, ആ ബ്ലഡ് പ്രഷറിന്റെ
ഒരസുഖം എന്റെ ശരീരത്തിൽ ഇന്ന് വരെ വന്നിട്ടില്ല. ഹല്ലേലൂയ. ദൈവം സൗഖ്യമാക്കിയാൽ സൗഖ്യമാക്കിയതാ. ദൈവത്തിന്റെ കരം ഒന്ന് തൊട്ടാൽ തൊട്ടതാ. ദൈവം ഒന്ന് കൽപ്പിച്ചാൽ കൽപ്പിച്ചതാ. ഹല്ലേലൂയ. ദൈവത്തിനറിയാം എന്റെ കുഞ്ഞിന്ന് വരെ ടാബ്ലറ്റ് എടുത്തിട്ടില്ല. ഹല്ലേലൂയ. മനസ്സില്ല മനസ്സോടെ ഡോക്ടറിന്റെ അടുത്ത് പോയി മേടിച്ചുകൊണ്ട് വന്നത്. അവൾ ഇനി കുടിക്കുകയും വേണ്ട. ഹല്ലേലൂയ. സൗഖ്യം തന്ന് ദൈവം എഴുന്നേറ്റ് ജീവനുള്ള സാക്ഷിയാക്കിയെങ്കിൽ ഒറ്റ വാക്കുമതി, ഒറ്റ വാക്കുമതി എന്ന് വായിച്ചതുപോലെ. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന്റെ ശക്തി, പുനരുത്ഥാനത്തിന്റെ ശക്തി വ്യാപരിച്ചാൽ നമ്മൾ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്നതാ. ആമേൻ. അവിശ്വസിക്കുന്നവർക്ക് വേണ്ടിയല്ല. അയ്യോ ഇത് മാറുമോ ഇല്ലയോ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ ഇരിക്കുന്നവർക്ക് വേണ്ടിയല്ല വ്യാപരിക്കുന്നത്. വചനം പറയുന്നു വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന, ആമേൻ, ആത്മാവിന്റെ ശക്തിയാണ് വിടുതൽ നൽകുന്നത്, സൗഖ്യം നൽകുന്നത്, ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ഒരുക്കുന്നത്. ഇവിടെ ഈ ശതാധിപൻ ഹല്ലേലൂയ തന്റെ ബാല്യക്കാരന് വേണ്ടി ദൈവത്തിന്റെ യേശുവിന്റെ അടുത്തേക്ക് വരികയാ. താൻ വിശ്വസിച്ചു കൊണ്ടാ വന്നത്. താൻ പറയുക യേശു കർത്താവ് തന്റെ വീട്ടിൽ വന്ന് സൗഖ്യമാക്കുവാൻ ഹല്ലേലൂയ സന്നദ്ധനായിട്ട് നിൽക്കുക. പക്ഷേ യേശു കർത്താവിനോട് ഈ ശതാധിപൻ പറയുക, ഓ വേണ്ട ദൈവമേ, യേശുവേ നിന്റെ ഒരു വാക്കുമതി, നിന്റെ ഒരു വാക്കുമതി. വിശ്വാസം. ആമേൻ. അവിടെ അങ്ങനെ നമ്മൾ വായിക്കുന്നേ. ഹല്ലേലൂയ. അതിന് ശതാധിപൻ, കർത്താവേ നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, വിശ്വാസത്തോടെ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നും നിങ്ങളുടെ ആവശ്യങ്ങൾ അത് എന്തുമായിക്കൊള്ളട്ടെ, സൗഖ്യമാണോ വേണ്ടിയത്, ഹല്ലേലൂയ, ഒരു വിടുതലാണോ, കുഞ്ഞുങ്ങളുടെ വിഷയമാണോ, ജോലിയാണോ, ഹല്ലേലൂയ, ഭവനത്തിന്റെ പണിയാണോ, ഹല്ലേലൂയ, ഓ റബശത്തനാദന ഘടകേ, ഹല്ലേലൂയ, ഒരു പ്രൊമോഷൻ ആണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതോ മിനിസ്ട്രിയുടേതായ ഒരു ഹല്ലേലൂയ ഒരു വർധനമാണോ ആഗ്രഹിക്കുന്നത്, എന്തുമായിക്കൊള്ളട്ടെ, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവത്തിൻ്റെതായ ശക്തിയിൽ നിന്നുകൊണ്ട് പറയുക, ഇരിക്കുന്ന ഇടത്ത് നിന്നുകൊണ്ടൊന്ന് പറ, അപ്പാ നിന്റെ ദൃഷ്ടി എന്റെ കുടുംബത്തിന്റെ അകത്തേക്കൊന്ന് പതിയണമേ. ഹല്ലേലൂയ. നിങ്ങളുടെ ഒരു സൗണ്ട് കേൾക്കുന്നതിന് വേണ്ടി സ്വർഗം തയ്യാറെടുത്ത് നിൽക്കുകയാ. ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി. പറ, അപ്പ എനിക്ക് യോഗ്യതയൊന്നുമില്ല. ആ ശതാധിപൻ പറഞ്ഞതുപോലെ, അപ്പ എനിക്ക് യോഗ്യതയൊന്നുമില്ല, പക്ഷെ നിന്റെ ഒരു വാക്കുമതി. ഓ റബശത്തനാലവ, എന്റെ വീട്ടിൽ വരുവാൻ നിനക്ക് എനിക്ക് യോഗ്യതയില്ലെന്ന് ആ ശതാധിപൻ പറഞ്ഞിട്ട് പറഞ്ഞു, നിന്റെ ഒരു വാക്കുമതി. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. യേശു ഈ ശതാധിപനെ പറ്റി പറഞ്ഞ സാക്ഷ്യം കേൾക്കണോ ദൈവമക്കളെ? ഹല്ലേലൂയ. അതിന്റെ 10-ാം വാക്യത്തിൽ വായിക്കുന്നു, അത് കേട്ടിട്ട് യേശു അതിശയിച്ചു പിൻചെല്ലുന്നവരോട് പറഞ്ഞത്, ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല. ആ വ്യക്തിയെ പറ്റി കർത്താവ് തന്നെ സാക്ഷ്യം പറയുക. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു. അതൊക്കെ ശതാധിപൻ പറയുന്ന വാക്കുകളാ അവിടെ. അല്ലെങ്കിൽ തന്റെ അധികാരത്തിന്റെ കീഴിലും വ്യക്തികളുണ്ട്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അവരത് ചെയ്യും. പക്ഷേ ഹല്ലേലൂയ, ഓ ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി. ഹല്ലേലൂയ. കർത്താവ് അവിടെ ടെസ്റ്റ് മണി പറയുകയാ ശതാധിപനെ പറ്റി. എന്താ? ഇസ്രായേലിൽ പോലും ഇത്ര വലിയൊരു വിശ്വാസമുള്ളവനെ ഞാൻ കണ്ടിട്ടില്ല. നമ്മെ പറ്റി എന്തായിരിക്കും പറയുന്നത്? ഹല്ലേലൂയ. ഒന്ന് താനൊന്ന് ശോധന ചെയ്യാവോ? ശതാധിപനെ പറ്റി യേശു വിളിച്ചു പറഞ്ഞ വാക്ക, ഹല്ലേലൂയ, ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഒന്ന് ഇരിക്കുന്ന സ്ഥലത്ത് നിന്നിരുന്നു കൊണ്ടൊന്ന് വിചിന്തനം ചെയ്തേ. നമ്മെ പറ്റി ടെസ്റ്റ് മണി പറയുന്ന ഒരു നാൾ വരുന്നുണ്ട്. ആമേൻ. യേശു കർത്താവ് ഇവിടെ ശതാധിപനെ പറ്റി ഒരു സാക്ഷ്യം പറയുക, ഇസ്രായേലിൽ കൂടെ ഞാൻ കണ്ടിട്ടില്ലെന്ന്. ഇത്ര നമ്മെ പറ്റി എന്തായിരിക്കും പിതാവ് പറയുന്ന സാക്ഷ്യം? ഹല്ലേലൂയ. ഒരു വട്ടമെങ്കിലും ചിന്തിച്ചോ? ഹല്ലേലൂയ. ഒരു വട്ടമെങ്കിലും നമ്മുടെ മനസ്സിന്റെ അകത്ത് വന്നോ? വിശ്വാസത്തിന്റെ ശക്തിയാൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുമെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ആ ദൈവത്തിന്റെ ശക്തിയാ ദൈവമക്കളെ. ആമേൻ. ഹല്ലേലൂയ. നമ്മളെ പറ്റി സാക്ഷ്യം പറയുന്ന ദിവസങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്.
ദിവസമുണ്ട്. നാം ഇപ്പം വിചാരിക്കും എന്നെ ആരും അറിയുന്നില്ല, എന്തൊക്കെയോ ചെയ്യുന്നു കേട്ടു പോകുന്നു. അല്ല ദൈവമക്കളെ, നാം ഈ ലോകം വിട്ട് നാം അങ്ങ് മറുകരയിൽ എത്തുന്ന സമയത്ത് ഹല്ലേലൂയ, ദൂതന്മാരുടെ മുന്നിൽ, ഹല്ലേലൂയ, സകലരുടെ മുന്നിൽ നാം ഈ ലോകത്ത് എപ്രകാരമായിരുന്നുവോ, നമ്മുടെ വിശ്വാസം എപ്രകാരമായിരുന്നുവോ, നാം ദൈവത്തിന്റെ സന്നിധിയിൽ എപ്രകാരം നടന്നുവോ, വചനത്തിന്റെ അടിസ്ഥാനത്തിലാണോ, ഹല്ലേലൂയ, വചനത്തിൽ നിന്നുകൊണ്ടാണോ നാം ഹല്ലേലൂയ മുന്നോട്ട് നടന്നത്? നമ്മുടെ ജോലി സ്ഥലങ്ങളില്, നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ അകത്ത്, നമ്മുടെ കുഞ്ഞുങ്ങളില്, ഹല്ലേലൂയ, നമ്മുടെ സമൂഹത്തിന്റെ അകത്ത് നാം എപ്രകാരമായിരുന്നു എന്നുള്ളത് ഇന്ന് രാത്രിയിൽ നാം ചിന്തിക്കുന്നില്ലായിരിക്കാം ചിലപ്പോൾ. പക്ഷേ ഇതിനൊക്കെയും സാക്ഷി വരുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ, അങ്ങേക്കരയിൽ, ഞാൻ എപ്പോഴും പറയുന്നത്, അങ്ങേക്കരയിൽ നാം ചെല്ലുന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ, ഈ ലോകത്ത് നാം നേടിയത് എന്തെന്ന് അറിയുന്ന ഒരു ദിവസം നമ്മെ തേടി വരുന്നുണ്ട്. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. കർത്താവ് താൻ ഗംഭീരനാദത്തോട്, പ്രധാന ദൂതന്റെ ശബ്ദത്തോട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ, ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം ഹല്ലേലൂയ, ഹല്ലേലൂയ, എടുക്കപ്പെടുന്ന സമയമുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ, അവിടെ ചെല്ലുമ്പോൾ ഹല്ലേലൂയ, ഹല്ലേലൂയ, നാം ചെയ്തത് എന്തെന്നറിയുന്ന ഒരു ദിവസമുണ്ട്. ഈ ലോകത്ത് നാം എന്ത് നേടിയെന്ന് പറഞ്ഞാലോ, എന്തെല്ലാം നാം ആർക്കെല്ലാം കാഴ്ചവെച്ചെന്ന് പറഞ്ഞാലോ, എത്ര മാളികകൾ നമ്മൾ പൊക്കി ഉയർത്തി എന്നതല്ല സ്വർഗം ചോദിക്കുന്നത്, എത്ര വാഹനങ്ങൾ നമുക്ക് കിട്ടി എന്നല്ല സ്വർഗം ചോദിക്കുന്നത്. ഹല്ലേലൂയ, ദൈവം ചോദിക്കും, നിന്നെ ഈ ലോകത്ത് ഞാനൊരു ദൗത്യമായിട്ടല്ലേ അയച്ചത്, എനിക്ക് വേണ്ടി നീ എന്തു ചെയ്തു ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവം നമ്മളെ ഓരോ വ്യക്തികളെയും ഈ ലോകത്തിലേക്ക് അയക്കുന്നത് ഓരോരോ ദൗത്യം തന്നിട്ടാ ദൈവമക്കളെ. ഹല്ലേലൂയ, ആ ദൗത്യം പൂർത്തീകരിക്കണം എന്നുള്ളത് ഹല്ലേലൂയ ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നു. ഒന്നും കൂടെ പറയാം, ഈ ലോകത്തിൽ വേണ്ടുന്നത് എല്ലാം സ്വർഗത്തിലെ ദൈവം തരും. ജോലിയിൽ കൂടെയും കുഞ്ഞുങ്ങളുടെ സൗഭാഗ്യങ്ങളിൽ കൂടെയും എല്ലാം നമ്മളെ ക്ഷേമമായി പോറ്റും. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കഴിവായിരിക്കാം, ചിലപ്പം മിടുക്കായിരിക്കാം, ജോലി ചെയ്ത് നേടിയതായിരിക്കാം, എങ്ങനെയാണെന്ന് പറഞ്ഞാലോ സ്വർഗത്തിലെ ദൈവം തരാതെ ഒന്നും നമുക്ക് കിട്ടത്തില്ല. ആമേൻ, സ്വർഗം ചെയ്യാനുള്ള സകലതും സ്വർഗം നമുക്ക് വേണ്ടി ചെയ്യും. ചിലപ്പം വിചാരിക്കത്തില്ലേ, ഹല്ലേലൂയ, എനിക്കിതിനൊന്നും യോഗ്യതയില്ലല്ലോ പിതാവേ, ചില നന്മകൾ നമുക്ക് കിട്ടുമ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്റെ കർത്താവിന് വേണ്ടി, പിന്നെയും പിന്നെയും ഇങ്ങനെ അനുഗ്രഹിക്കുക ദൈവത്തിന്റെ കടമയാ. ദൈവം അത് ചെയ്യുമെന്ന്, തന്റെ കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ തള്ളിക്കളയാത്ത ദൈവം. പക്ഷേ ഹല്ലേലൂയ, നാം വിചാരിക്കണം, ഹല്ലേലൂയ, മലയാളത്തിൽ ഇങ്ങനെ പറയല്ലോ, ഒരു പാലമിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഹല്ലേലൂയ, കർത്താവ് നമുക്ക് ഇങ്ങോട്ട് നന്മകൾ തരുമ്പോൾ നാം ഒന്ന് ചിന്തിക്കണം, ആമേൻ, എന്റെ ദൈവത്തിന് വേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്തു. ഹല്ലേലൂയ, എന്റെ ദൈവത്തിന് വേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്തു. ഇവിടെ ഈ ശതാധിപൻ വന്ന് പറയുന്നത് തനിക്ക് വേണ്ടിയല്ല, തന്റെ കുഞ്ഞിന് വേണ്ടിയല്ല, പിന്നെ ആർക്ക് വേണ്ടിയാ? ഹല്ലേലൂയ, പിന്നെ ആർക്ക് വേണ്ടിയാ? ഓ ഹല്ലേലൂയ, ബാലിക്കാരൻ, എന്റെ ബാലിക്കാരൻ പക്ഷപാതം പിടിച്ചു കിടക്കുന്നു. തനിക്ക് വേണ്ടിയല്ല, തന്റെ കുഞ്ഞിനു വേണ്ടിയല്ല, എന്റെ ബാല്യക്കാരൻ. 8:5 പറയുന്നു, കർത്താവെ, എന്റെ ബാലിക്കാരൻ പക്ഷപാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ചു. നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുള്ളവരെ കണ്ടുകൊണ്ട് ആ ഹൃദയവേദന ഒന്ന് കടന്നു വരാമോ? നശിച്ചു പോകുന്ന പാപികളെ കണ്ടുകൊണ്ട് ആ ഹൃദയവേദന ഒന്ന് കടന്നു വരാമോ? ഹൃദയവേദനയോടെ ഒന്ന് പറയാമോ, കർത്താവേ, എന്റെ ചുറ്റുവട്ടം നശിച്ചു പോകുന്നു, പാപത്തിന്റെ അന്ധകാരത്തിൽ അവരുടെ ജീവിതം നശിച്ചു പോകുന്നു, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ഒരു കൂട്ടം നശിക്കുന്നു. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് ഹൃദയ വേദനയോടെ പിതാവിനോട് പറയുവാൻ കഴിയും? ശതാധിപൻ തന്റെ ഹൃദയ വേദനയോടെ പറഞ്ഞത് തന്റെ കുടുംബത്തിന് വേണ്ടിയല്ല, തന്റെ കുഞ്ഞിന് വേണ്ടിയല്ല, ബാല്യക്കാരന് വേണ്ടി. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ സ്വർഗം പറയുന്നു, ഹല്ലേലൂയ, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമുണ്ട്, അതിൽ നിന്നും പിന്മാറി പോകരുത്. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമുണ്ട്. ഹല്ലേലൂയ, ആ ദൗത്യത്തിന്റെ അകത്ത് നിൽക്കുമ്പോഴാണ് സ്വർഗം പറയും, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ഈ വിഷയങ്ങളിൽ ദൈവം ഇടപെടുമെന്ന് ശതാധിപൻ ബാലിക്കാരന് വേണ്ടി സംസാരിച്ചപ്പോൾ ഹൃദയവേദനയോടുകൂടി യേശുവിനോട്
പറഞ്ഞപ്പോൾ തന്റെ വിഷയത്തിൽ അവിടെ മറുപടി ശതാധിപൻ പറഞ്ഞ ആ വിഷയത്തിൽ അവിടെ മറുപടി കിട്ടുകയാ. ഹല്ലേലൂയ. നീ വിശ്വസിച്ചതുപോലെ ഭവിക്കാൻ പോകുകയാ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട് ദൈവമക്കളെ. നാം വിശ്വസിക്കുന്നത് തന്നെ നമുക്ക് ഭവിക്കുമെന്ന്. നാം യേശുവിനോട് എന്തെങ്കിലും മുട്ടിപ്പായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കുമെന്ന്. ഹല്ലേലൂയ. ഹൃദയപ്രകാരം അടുത്തു ചെല്ലണം, വചനപ്രകാരം അടുത്തു ചെല്ലണം. പ്രാർത്ഥനയാലും ഹല്ലേലൂയ ചില പോരുകളും പോരാട്ടങ്ങളും ഉണ്ട്. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഒന്നും നീങ്ങി മാറി പോകത്തില്ല. ഇന്ന് രാത്രിയിൽ വിശ്വസിച്ചുകൊണ്ട് പറ, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം എന്റെ കൂടെ ഇറങ്ങി നിൽപ്പുണ്ടെന്ന്. റബലഹദുരികാരക ശന്തലേ. ഹല്ലേലൂയ. നമ്മളിവിടെ വായിക്കുമ്പോൾ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവിന്റെ രക്തം ജയമെടുക്കുന്നു. ഹല്ലേലൂയ. പല ഭാഗങ്ങളിൽ നമുക്ക് വായിക്കുമ്പോൾ ഇവിടെ കാണുവാൻ കഴിയുക, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന നമ്മുടെ വഴികൾ പൂർണ്ണമായും അടഞ്ഞു പോയ ഹല്ലേലൂയ അവസ്ഥകൾ കൂടി നമ്മൾ കടന്നു പോകും. വഴികൾ പൂർണ്ണമായും അടഞ്ഞു പോകും ചിലപ്പോൾ. ഹല്ലേലൂയ. 4 പേർ ഒരുമിച്ച് ചേർന്ന് നിന്ന് ഒരു പക്ഷപാതക്കാരനായ ഒരു രോഗിയെ എടുത്തു കൊണ്ടുവന്ന് ഹല്ലേലൂയ യേശുവിന്റെ മുമ്പിൽ പുരമേൽ കയറി ഓട് നീക്കിയിട്ട് താഴോട്ട് ഇറക്കി വെച്ച് അവിടെ അവർക്ക് വഴിയൊന്നുമില്ല മുമ്പോട്ട് പോകുവാൻ. ഹല്ലേലൂയ. ജനം ഒന്നിച്ചു നിന്ന് തടങ്കൽ പാറയായിട്ട് നിൽക്കുകയാ. ഒരു വിടുതൽ നടക്കരുത്. ആ വിടുതൽ നടക്കുന്ന സമയമാകുമ്പോൾ ചില തടങ്കൽ പാറകൾ പോലെ ചിലത് എഴുന്നേറ്റ് നിൽക്കും. ഹല്ലേലൂയ. എങ്ങനെയെങ്കിലും ഹല്ലേലൂയ ഈ വ്യക്തിയെ, ഈ പക്ഷപാതക്കാരനായ രോഗിയെ യേശുവിന്റെ മുമ്പിൽ എത്തിക്കണമെന്ന് ഹല്ലേലൂയ ഈ 4 പേർ കൂടി തീരുമാനിച്ചപ്പോൾ ഹല്ലേലൂയ അതെടുത്തവർക്കൊന്ന് വായിക്കാം. എവിടെയാണോ ആ ഭാഗം സ്വർഗത്തിലെ ദൈവം ഇങ്ങനെ അത് കൊണ്ടുവരികയാ. ഹല്ലേലൂയ. റിബലരക ശബ്ദലേ. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 19. ഹല്ലേലൂയ. ഒന്നെടുത്ത് വായിക്കാവോ? ലൂക്കോസ് 5:19. പുരുഷാരം ഹേതുവായി അവനെ അകത്തു കൊണ്ടു ചെല്ലുവാൻ വഴി കാണാഞ്ഞിട്ട് പുരമേൽ കയറി ഓടു നീക്കി അവനെ കിടക്കയോടെ നടുവിൽ യേശുവിന്റെ മുമ്പിൽ ഇറക്കി വെച്ചു. 20 കൂടെ. അവരുടെ വിശ്വാസം കണ്ടിട്ട് അവൻ, മനുഷ്യ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കോണേ ദൈവമക്കളെ, 4 പേർ ചേർന്ന് ഹല്ലേലൂയ അവരുടെ കാര്യത്തിന് വേണ്ടി അല്ല, ഹല്ലേലൂയ പക്ഷപാതം പിടിച്ച് ഒരു റൗണ്ടിൽ കിടന്ന, നാളുകൾ കൊണ്ട് ഒരു ബൗണ്ടറിക്കകത്ത് കിടന്ന ഒരു വ്യക്തിക്ക് ഒരു സൗഖ്യം കൊടുക്കുന്നതിന് വേണ്ടി 4 പേർ ചേർന്ന് തീരുമാനിച്ച്. പക്ഷെ അവർക്ക് ചെന്നപ്പോഴോ പുരുഷാരം അവിടെ തടങ്കൽ പാറയായിട്ട് നിൽക്കുക, കയറ്റിവിടാൻ മനസ്സില്ലാതെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നീങ്ങി നിന്നായിരുന്നെങ്കിൽ അവിടെ ആ നേരെയുള്ള വഴിയിൽ കൂടെ കൊണ്ടുപോകാം. പക്ഷെ ആ വ്യക്തിക്ക് കിട്ടേണ്ടുന്ന സൗഖ്യം ദൈവത്തിന്റെ സമയമായതുകൊണ്ട് കർത്താവ് അവർക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുത്തു. ഓട് നീക്കി പുരമേൽ കയറി. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ആർക്കും അവകാശപ്പെടാൻ കഴിയാത്തൊരു വഴിയാ സ്വർഗം അവിടെ തുറന്നത്. ഹല്ലേലൂയ. പുരുഷാരം തിങ്ങി നിന്നത്, ഞാനിങ്ങനെ പറയും, പുരുഷാരം തടങ്കൽ പാറയായിട്ട് നിന്നത് ആ വ്യക്തിയുടെ നന്മയ്ക്ക് വേണ്ടിയാ. ഇന്ന് രാത്രിയിൽ അങ്ങനെ ആരെങ്കിലും ഇതിന്റെ അകത്ത് ആയിരിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. രബശന്തല നന്മ കിട്ടാതെ വണ്ണം തടഞ്ഞു വെക്കുന്ന അനുഭവങ്ങൾ, കുഞ്ഞുങ്ങളുടെ അനുഭവങ്ങൾ, ജോലിക്കകത്ത് ഒരു പ്രൊമോഷൻ കിട്ടും കിട്ടത്തില്ല, കിട്ടുമെന്ന് പറയുമ്പോൾ അത് അത് പെട്ടെന്ന് കയ്യിൽ നിന്ന് മാറുന്നത് പോലെ, കുഞ്ഞുങ്ങളുടെ ജോലി അത് പെട്ടെന്ന് തെന്നി മാറുന്നത് പോലെ. ഇന്ന് രാത്രി ആരാ എന്നെ കേൾക്കുന്നത്? സ്വർഗം പറയുകയാ, ഈ റൂട്ട് മാറ്റി സ്വർഗം എന്നെ ഈ പദത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ചില വ്യക്തികൾക്ക് വേണ്ടി സ്വർഗം സംസാരിക്കുന്നു. നിന്റെ കുഞ്ഞിനു വേണ്ടി, കുടുംബത്തിന് വേണ്ടി ആർക്കും അവകാശപ്പെടുവാൻ കഴിയാത്ത ഒരു വഴി സ്വർഗം തുറക്കുകയാ. ഏത് വ്യക്തി തടങ്കൽ പാറയായിട്ട് എഴുന്നേറ്റ് നീന്നെന്ന് പറഞ്ഞാലോ, ആരെല്ലാം ഹല്ലേലൂയ തടഞ്ഞു വെച്ചെന്ന് പറഞ്ഞാലോ, ദൈവത്തിന്റെ സമയത്തെ അവിടുന്ന് വിച്ഛേദിച്ചു കൊണ്ട് പോകുവാൻ ഒരു അന്ധകാര ശക്തിക്കും കഴിയത്തില്ല. വിശ്വാസത്തോടെ, അവരുടെ വിശ്വാസം കണ്ടിട്ടാണ് അവിടെ സൗഖ്യം കൊടുത്തത്. ശതാധിപന്റെ വിശ്വാസം കണ്ടിട്ടാണ് ബാലിക്കാർ
ലാസറിന് സൗഖ്യം വന്നത്. ഇവിടെ ഈ വ്യക്തി ഇവിടെയും അങ്ങനെയാ നമ്മൾ വായിച്ചത്. അവരുടെ അതിന്റെ 5:20 വായിക്കുന്നു ലൂക്കോസ്. അവരുടെ വിശ്വാസം കണ്ടിട്ട് അവൻ മനുഷ്യപുത്ര നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്റെ 26 നാം വായിക്കുന്നു, എല്ലാവരും വിസ്മയം പൂണ്ട്. ഹല്ലേലൂയ. അതിന്റെ 5:25 ലൂക്കോസ് അവിടെ എഴുതിയിരിക്കുന്നു, ഉടനെ അവർ കാണെ അവൻ എഴുന്നേറ്റ് താൻ കിടന്ന കിടക്കയെടുത്ത് ദൈവത്തെ മഹുദ്ധീകരിച്ചും കൊണ്ട് വീട്ടിലോട്ട് പോയി. എല്ലാവരും വിസ്മയം പൂണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ഭയം നിറഞ്ഞവരായി. ഭയം നിറയും, ദൈവപ്രവൃത്തി കണ്ടാൽ ഭയം നിറയുമെന്ന് ചുറ്റുവട്ടം നിൽക്കുന്നവർക്ക് ഭയം നിറഞ്ഞു മാറായിരിക്കും ദൈവപ്രവൃത്തി. ചില കുടുംബത്തിന്റെ അകത്ത് വെളിപ്പെടുമ്പോൾ നിങ്ങൾ പോലും ഭയപ്പെട്ടു പോകും. കർത്താവേ, ഇതിന് ഞാൻ യോഗ്യതയാണോ? എനിക്കിതിന് യോഗ്യതയുണ്ടോ? ഇന്ന് രാത്രിയിൽ ആ ദൈവ സാന്നിധ്യം ചില കുടുംബങ്ങളെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ചിലർ ഭയപ്പെടുമാറ് ചില സൗഖ്യങ്ങൾ, ചില വിടുതലുകൾ, ആർക്കും അവകാശപ്പെടാൻ കഴിയാത്ത വഴികൾ സ്വർഗം ചിലർക്ക് വേണ്ടി തുറക്കുകയാ. ആർക്കും ക്രെഡിറ്റ് എടുക്കാൻ പറ്റത്തില്ലെന്ന്. ആമേൻ, ഹല്ലേലൂയ. എന്റെ റിലേറ്റീവ്സ് എനിക്ക് വേണ്ടി ഈ വഴി തുറന്നു തന്നത്, അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരനാ, എന്റെ ഫ്രണ്ട്, അങ്ങനെ ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. ഇവിടെ ഹല്ലേലൂയ, സ്വർഗപുരമേൽ കയറി ഓടി നീക്കിയതിന്റെ അവകാശം ആർക്കാ? ആരാ ക്രെഡിറ്റ് എടുക്കുന്നത്? അത് സ്വർഗത്തിന് തന്നെയാ. ആമേൻ, ഹല്ലേലൂയ. ആ ബുദ്ധി ആ 4 പേർക്ക് എവിടുന്നാ കിട്ടിയത്? ദൈവമക്കളെ, സ്വർഗം പറഞ്ഞു, ഹല്ലേലൂയ, നിനക്ക് ഇവിടെയല്ലേ അടച്ചു വെച്ചിരിക്കുന്നത്, ഇതാ മറ്റൊരു വഴി ഞാൻ നിനക്ക് വേണ്ടി തുറക്കുകയാ. ഹല്ലേലൂയ. ചില വഴികൾ ദൈവം തുറക്കുമ്പോൾ, ഹല്ലേലൂയ, ഓ റബലബശത്തനെ, ആകാത്തതൊക്കെ അടഞ്ഞു പോകും കേട്ടോ. ഹല്ലേലൂയ. ചില വഴികൾ ദൈവം അടച്ചു കളയുമ്പോൾ, ഓ ഇന്ന് രാത്രിയിൽ ആരാ പറയുന്നേ, എന്റെ വഴികളെല്ലാം അടഞ്ഞു പോയല്ലോ, തുറന്ന വഴിയും കൂടെ അടഞ്ഞു പോയോന്ന്? ഇന്ന് രാത്രി ആരാ ചോദിക്കുന്നേ? ഏത് വ്യക്തിയാ ചോദിക്കുന്നേ? അപ്പാ, എനിക്ക് നല്ലൊരു വഴി തുറന്നു തന്നതല്ലേ, എന്റെ കുഞ്ഞിന് വേണ്ടി ആ വഴി തുറന്നല്ലേ? പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി സംസാരിക്കുക. ഓ എവിടേക്കോ തുറന്ന വഴികൾ അടച്ചു കളഞ്ഞ മണ്ഡലങ്ങൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എടുത്ത് കാണിക്കുകയാണ്. ഹല്ലേലൂയ. അത് എന്നോട് തന്നെ എന്ന് പറയുന്ന ചില ഹൃദയത്തിൽ പറയുന്നുണ്ട്, ഈ ദൂത് എന്നോടാണെന്ന്. ഇന്ന് രാത്രിയിൽ അതങ്ങനെ സംസാരിക്കുന്നുണ്ട്. ചില തുറന്ന വഴികൾ ചില വ്യക്തികളോട് സംസാരിക്കുകയായി ഇന്ന് രാത്രി. വചനത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് ചില കുടുംബത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. മുന്നിലേക്ക് തുറന്ന വഴി അത് അടഞ്ഞു പോയി. ഓ റബബ ശലബര ശകലാര ഉടമനഗതുരി ബലബ ശതനേരിക ശന്ത. ഹല്ലേലൂയ. നിങ്ങളോട് പറയാൻ സ്വർഗം പറയുന്നു, കുഞ്ഞെ, ആർക്കും അവകാശപ്പെടുവാൻ കഴിയാത്തൊരു വഴി സ്വർഗം നിനക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. അതിന്റെ ക്രെഡിറ്റ് ഈ ഉലകത്തിൽ ഒരു മനുഷ്യന് കിട്ടത്തില്ല. ഈ വഴി എങ്ങനെ വന്നു? ഓ, ഇത് യഹോവയാലാ സംഭവിച്ചത്. വിശ്വസിച്ചുകൊണ്ട് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തേ. എന്റെ കുടുംബത്തിന് വേണ്ടി സ്വർഗം ഇറങ്ങാൻ പോകുന്ന രാത്രിയാണെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ. അവിശ്വസിക്കാതെ ഏറ്റെടുത്ത് അതുപോലെ സ്വർഗം സംസാരിച്ചുകൊണ്ടിരിക്കുക. ആകാത്തതിനെ ദൈവം അങ്ങ് അടച്ചു മാറ്റുമെന്ന്, ആകാത്ത വഴികളൊക്കെ അങ്ങ് അടഞ്ഞു പോകുമെന്ന്. മനുഷ്യർക്ക് ക്രെഡിറ്റ് കൊടുക്കുവാൻ, മൂർത്തികൾക്ക് ക്രെഡിറ്റ് കൊടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവമൈതലേ, ഹല്ലേലൂയ. നിന്റെ നന്മകള്, നിന്റെ ഹല്ലേലൂയ സകലത്തിന്റെ ക്രെഡിറ്റ് ഒരാൾക്കും മാത്രം മതിയെന്ന്, സ്വർഗത്തിന് മാത്രം മതിയെന്ന്. റിബാല ഹതുനിരക ശതനാദനകൾ. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം ജയമെടുക്കുക. റബാല രാധൂര ബാലക ശതന റിബാല റൈഡൽ ഘടകം ദൂര ചൂരമാന കഥേ അൽപൽ പ്രൗഢ റീഭാരാതോലോര തുറക്കട്ടെ അപ്പ. ആർക്കും അവകാശപ്പെടുവാൻ കഴിയാത്ത വഴികൾ തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ തന്നെ ഓപ്പൺ ആകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറക്കുന്നു, അതിനെ ആർക്കും അടച്ചുകൂടാ. വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ കയ്യിൽ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ഓ റബാല ബറബാല
വാതിനെ ദൈവം തുറന്നാൽ അതിനെ ആർക്കും അടയ്ക്കുവാൻ കഴിയാത്ത വഴികൾ ഇന്ന് രാത്രിയിൽ അത് ഓപ്പൺ ആകുക ചില കുടുംബത്തിന്റെ അകത്ത്. റബ ശന്തലാറബ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം ജയമെടുക്കുന്നു. കാൽവറി രക്തം, കാൽവറി രക്തത്താൽ ജയമെടുക്കുന്നു. ആമേൻ. എനിക്ക് ഇതിൽ എല്ലാവരെയും കാണുന്നില്ല. ഹല്ലേലൂയ. നിങ്ങൾ ഇരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് ആരാധിച്ചു തന്നെ ഏറ്റെടുത്തേ. റബല ഹദുനാറബ ശബ്ദലെ, ദൈവം തുറന്നതിനെ ആർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ല കേട്ടോ. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്ന വാതില കുഞ്ഞെ നിനക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി സ്വർഗം തുറക്കുന്നതെന്ന് ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിൽ നിന്നുകൊണ്ട് തന്നെ ദൂത് വിളിച്ചു പറയാൻ പറയുക. അതിനെ ഒരു കുഞ്ഞിനും അടച്ചു കളയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ആർക്കും അവകാശപ്പെടുവാൻ കഴിയാത്ത ഒരു വാതിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ രക്തം ജയമെടുക്കുന്നു. വഴി കാണാഞ്ഞിട്ട് പുറമേൽ കയറി ഓട് നീക്കി, വഴി ഇല്ലാഞ്ഞിട്ടാ ഹല്ലേലൂയ പുറമേൽ കയറിയേണ്ടി വന്നത്. പക്ഷെ അത് സക്സസ്ഫുൾ ആക്കി ദൈവം മാറ്റി. ചെറിയ വഴിയിൽ കൂടെ ആയിരിക്കും ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ആമേൻ, ആമേൻ. ഇപ്പോൾ നിങ്ങൾ പോകുന്നത് ഏതെങ്കിലും ചെറിയ വഴിയിൽ കൂടെ ആയിരിക്കും. നീണ്ട വിശാലമായ വഴിയായിരുന്നു, പക്ഷെ അതങ്ങ് അടഞ്ഞുപോയി. ആരാ അടച്ചത്? ഓ, ജനങ്ങൾ തന്നെ അടച്ചു കളഞ്ഞത്. വിശാലമായ വഴിയെ നോക്കി ദുഃഖിച്ചു നിൽക്കുകയാ. ഹല്ലേലൂയ. ഇതെങ്ങനെ അടഞ്ഞു? എന്തുകൊണ്ട് അടഞ്ഞു? പക്ഷേ പുറമേൽ കയറി ഓട് നീക്കി വന്ന വഴി ഒരു ചെറിയ വഴി, വഴി. പക്ഷെ അവിടെയാണ് വിടുതൽ നടന്നത്. അവിടെയാണ് അത്ഭുതം കണ്ടത്. ആ കുഞ്ഞു വഴിയിൽ കൂടെ വന്നപ്പോഴാണ് ഒരു വിശാലതയിലേക്ക് സ്വർഗം കൊണ്ടുവന്നത്. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മ പറയുന്നു, നിങ്ങൾക്കിപ്പോൾ ചെറിയ പ്ലാനുകളായിരിക്കും, ചെറിയ ബിസിനസ്സുകളായിരിക്കും. ഹല്ലേലൂയ. മറ്റുള്ളവർ പറയും, ഓ ഇതും കൊണ്ട് എങ്ങനെ രക്ഷപ്പെട്ടു പോകാനാ, ഈ ജോലി കൊണ്ട് എങ്ങനെ? പക്ഷെ ചെറുതു മതി എന്ന് സ്വർഗം പറയുക. ആ ചെറുതിന്റെ അകത്താണ് സ്വർഗം വിശാലത തന്ന് മാനിക്കാൻ പോകുന്നത്. ആർക്കും അവകാശപ്പെടുവാൻ കഴിയാത്ത, സ്വന്തമായിട്ട് ഡിസിഷൻ എടുത്തു നിന്നോണമെന്ന് സ്വർഗം പറയുന്നു. ചില വ്യക്തികളെ നോക്കിക്കൊണ്ട് പറയുക, മറ്റുള്ളവരുടെ വാക്കിന് വില കൊടുക്കാതെ സ്വയമായിട്ട് ഹല്ലേലൂയ ഡിസിഷൻ എടുത്ത് മുമ്പോട്ട് പോയിക്കോ. ഹല്ലേലൂയ. അവിടെ ഒരു സക്സസ്ഫുൾ ഉണ്ടെന്ന് സ്വർഗം പറയുന്നു. റിബാല ഹതുരിബാല ശംതനാദന ഘടക ഓരക ശത്തനാദന ഘടക. ശൈല ജോഷി ആന്റി അത് അങ്ങനെ തന്നെ അതിനെ ഏറ്റെടുത്താമേൻ പറഞ്ഞേ. ഓ ചെറിയ വഴികളൊക്കെ വിശാലതയിലേക്ക് നീങ്ങാൻ പോകുകയാ. റബല ഹദുരിബ. ഇവിടം കൊണ്ട് തീർന്നു, ഇതിന്റെ അകത്തുകൂടി പോകാൻ പറ്റത്തില്ല. പക്ഷെ സ്വർഗം പറയുന്നു, ഇല്ല, നിന്റെ വിടുതൽ ഇവിടെ തന്നെയാ. തന്നെ കസ്സൽ എത്ര പേർ അതിനെ ഏറ്റെടുക്കും? ആമേൻ, ആമേൻ, ആമേൻ. ചെറിയ വിശ്വാസി കൂട്ടമായിരിക്കാം ഇപ്പൊ ഉള്ളത്. അതിനെ ഒരു വിശാലതയിലേക്ക് വരുത്താൻ ആ സ്വർഗത്തിന് പ്ലാൻ. ആമേൻ, 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 ആമേൻ. ശുശ്രൂഷക്കാരോട് സ്വർഗം പറയുന്നു, ഒന്നുമില്ലായിരിക്കാം, ഒന്നുമില്ലായിരിക്കാം, ഭാരപ്പെട്ടു പോകല്ലേ. ഹല്ലേലൂയ. ശുശ്രൂഷക്കാർ ആരെങ്കിലും ഇതിന്റെ അകത്ത് കേൾക്കുന്നുണ്ടെങ്കിൽ, എനിക്കിതിനകത്ത് ആരെയും കാണുന്നില്ല, എന്തോ സ്റ്റക്കായി നിൽക്കുന്നത് പോലെ. പക്ഷെ നിങ്ങൾ ഇരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് അങ്ങ് ആരാധിച്ചങ്ങ് ഏറ്റെടുത്തേ. ഹുഡാബാരക ശത്താനാരക സത്തനെ. ഹല്ലേലൂയ. ചെറിയ ഒന്നുമില്ലാത്ത അവസ്ഥയെ, പക്ഷെ ശൂന്യതയെ നോക്കിക്കൊണ്ട് വിളിച്ചു പറ, ഉണ്ടാകട്ടെ എന്ന്. ആ വാക്കിന്റെ അകത്ത് ദൈവം വില തരാൻ പോകുകയാ. അവിടെയാണ് വിശാലത. അല്ലെങ്കിൽ ഒന്നുമില്ല കർത്താവേ എന്ന് പറഞ്ഞ് സ്ഥലം മാറി പോകരുതേ എന്ന് പരിശുദ്ധാത്മാവ് ആരോടോ ദൂത് പറയുക. ഇവിടെ നിന്ന് മാറണമോ എന്ന്, ഈ സ്ഥലം വിട്ടുപോകണമോ? ഇവിടെ ശൂന്യതയാ. ഇവിടെ ഇവിടെ ഒരു എന്താ പറയുന്നത്, ഓ റബശത്തനാലബ, ഇവിടെ ഒരു ഉയർച്ചയില്ല. ഇന്ന് പകൽക്കാലം പരിശുദ്ധാൻ പറയുന്നു, ആ ശൂന്യതയിൽ നിന്നുകൊണ്ടാണ് നിനക്ക് വേണ്ടി സകലത് സ്വർഗമുളവാക്കാൻ പോകുകയാ. ശബല ഹദുരി ബല ബാബ. ഓ റികല ഹദുരി. ഓ വളരെ വ്യക്തമായി, വളരെ വ്യക്തമായി കുടുംബങ്ങളോട് സ്വർഗം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സമയങ്ങളാ. ഇന്ന് രാത്രി അങ്ങനെ തന്നെ വിശ്വസിച്ചേറ്റെടുത്ത് ഗ്ലോറി ടു ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ ഒരു വാക്കു മതി കേട്ടോ. ആ വാക്ക് നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ നമ്മൾ ജയിച്ചു. ആമേൻ. മനുഷ്യന്റെ വാക്കിന് വില കൊടുക്കണ്ട, ദൈവത്തിന്റെ വാക്കിന് വില കൊടുത്തോ. മനുഷ്യന്റെ വാക്കിനല്ലെന്ന്. യേശുവെ, നിന്റെ ഒരു വാക്കു മതി. ആമേൻ, ആമേൻ, ആമേൻ. നീ മാത്രം മതി എനിക്ക് കൂട്ടിന്. എത്ര പേർക്ക് പറയാൻ പറ്റും? പോന്നവരൊക്കെ പോകട്ടെന്നേ, പോന്നവര് പോകട്ടെന്നേ, നീ മാത്രം മതി എനിക്ക് കൂട്ടുന്നത്. യേശുവിനോട് പറഞ്ഞേ, അപ്പാ നിന്റെ വാക്കു മാത്രം മതി, ഞാൻ അവിടെയാ ജയിക്കാൻ പോകുന്നേ. വിളിച്ചു പറയാമോ? വിജയമുണ്ട്, വിജയമുണ്ട്. ഇന്ന് രാത്രിയിൽ വിശ്വസിച്ചുകൊണ്ട് ഏറ്റെടുത്ത്
ഓ റിബാലരക ശന്തനാരികാരക സത്തൽ ഹല്ലേലൂയ. എത്ര വലിയ കല്ലാണെന്ന് പറഞ്ഞാലോ അല്ല ഉരുട്ടിക്കേറ്റി എത്ര വലിയ കല്ല് നമ്മുടെ ബിസിനസിന്റെയോ മിനിസ്ട്രിയുടെയോ ഭവനത്തിന്റെയോ ഭവന പണികളുടെയോ എവിടെയെല്ലാം അകത്ത് നടക്കാതിരിക്കാൻ വിശാലത വരാതിരിക്കാൻ ഉരുട്ടി ഹല്ലേലൂയ കൊണ്ടുവച്ചിരിക്കുന്ന ഭീമമായ കല്ലാണെന്ന് പറഞ്ഞാല് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങിയാൽ ദൈവത്തിന്റെ ഒറ്റ വാക്കുമതി പ്രിയപ്പെട്ടവരെ അതിനെ ഉരുട്ടി മാറ്റാൻ. ഹല്ലേലൂയ. ഒന്നെടുക്കാം മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. മത്തായി 28-2. അമേൻ അമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ഓ ദൈവത്തിന്റെ സാന്നിധ്യം സഞ്ചരിക്കട്ടെ അപ്പാ. ഓരോ കുടുംബങ്ങളുടെ അകത്ത് അവർ ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ ദൈവ പ്രവൃത്തി നടക്കട്ടെ. അമേൻ അമേൻ അമേൻ. ഹല്ലേലൂയ. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ല് ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു. അമേൻ 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 അമേൻ. ഹല്ലേലൂയ. റബല ഹദുരിബല മന ഹശാലാരാധനെ റീബ. മുന്നിൽ തടഞ്ഞു വെച്ചിരിക്കുന്ന എത്ര വലിയ കല്ലാണെന്ന് പറഞ്ഞാലോ ഹല്ലേലൂയ ഹല്ലേലൂയ. മറിയേ നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങാൻ പോകുകയാ. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിന്റെ അകത്ത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്വർഗം ഇറങ്ങാൻ പോകുകയാ. എത്ര വലിയ കല്ല് ഉരുട്ടി നീക്കി എന്ന് പറഞ്ഞാലും കല്ല് എത്ര വലിയ കല്ലാണെന്ന് പറഞ്ഞാലോ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി അവിടെ ഉരുട്ടി മാറ്റിയിട്ട് അതിന്മേൽ കയറിയിരിക്കുക. എനിക്ക് ഒത്തിരി സന്തോഷമുള്ള വാക്യമാത്. ഹല്ലേലൂയ. ദൂതൻ പോയില്ലെന്ന്, കല്ലുരുട്ടി മാറ്റിക്കളഞ്ഞിട്ട് ദൂതൻ അങ്ങ് വേണമെങ്കിൽ പോയാ പോരായിരുന്നോ? എന്തുകൊണ്ടാ ദൂതൻ അതിന്റെ മുകളിലോട്ട് കയറിയിരുന്നത്? ആർക്കെങ്കിലും പറയാവോ? ആമേൻ. ദൂതൻ എന്തിനാണ് അതിന്റെ മുകളിൽ കയറിയിരുന്നത്? നമ്മൾ അങ്ങനെയാ വായിക്കുന്നത്. കല്ലുരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു. ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ലുരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു. വഴിയില്ലാത്തടത്തൊക്കെ വഴി തെളിയിപ്പിക്കും. ദൂതന്മാർ ഇറങ്ങേണ്ടുന്നിടത്ത് ഇറങ്ങും. അവർ ഉരുട്ടി മാറ്റി അവർ വഴി തെളിയിച്ചിട്ടിട്ട് വിട്ടുപോവത്തില്ല കേട്ടോ. അവിടെ ഇരിക്കും. എന്തിനാണെന്നറിയാവോ? അതിനെ ഉരുട്ടിക്കേറ്റി പിന്നെയും പഴയ സ്ഥാനത്തേക്ക് ആരും കൊണ്ടുപോവാതെ ആ കല്ലിനെ. ഞാൻ അങ്ങനെ പറയൂ. ഹല്ലേലൂയ. ആ കല്ലിന്റെ മോളിൽ കയറി ഇരുന്നാല് ഹല്ലേലൂയ ആർക്കും അതിനെ പെട്ടെന്ന് ഉരുട്ടി വെക്കാൻ പറ്റത്തില്ല. ഞാനിപ്പോ ഇരിക്കുന്ന ഈ കുർസിയില് ഈ കസേരയില് ഹല്ലേലൂയ ഞാൻ ഇരിക്കുക. ഈ കസേരയില് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി പറയുക. ഹല്ലേലൂയ. ഞാൻ എഴുന്നേറ്റ് പോവാതെ ഈ കസേരയിൽ ആർക്കും വന്നിരിക്കാൻ പറ്റത്തില്ല. ഞാൻ എഴുന്നേറ്റ് കൊടുക്കാതെ ഹല്ലേലൂയ ഞാൻ എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഇവിടെ വന്നിരിക്കാം. അമ്മേ ഞാൻ എത്ര നാൾ ഇതിന്റെ അകത്ത് ഇരിക്കുന്നു അത്രയും നാളും ഇതിനകത്ത് ആർക്കും ഇരിക്കാം. എത്ര സമയം ഇരുന്നാലോ. ഇന്ന് രാത്രിയിൽ ഇതിന്റെ അകത്ത് നിന്ന് ഒരു ആത്മീക ദൂത് സ്വർഗം പറയാൻ പറയുക. നിനക്ക് വേണ്ടി ഒരു കല്ല് സ്വർഗം ഉരുട്ടി മാറ്റിയിട്ടുണ്ടെങ്കിൽ ഉടബല ദൂതൻ അതിന്റെ മേൽ ഇരിക്കുമെന്ന്. ദൂതൻ അതിന്റെ മേൽ ഇരിക്കും. അത് ആർക്കും അവകാശപ്പെടാൻ പറ്റത്തില്ലെന്ന് ആ തുറന്ന വാതിൽ. ഹല്ലേലൂയ. മറിയയുടെ ഹൃദയത്തിന്റെ ആഗ്രഹം അവിടെ കാണുക അറിയുകയാ. ആ വാതിൽ അവൾക്ക് വേണ്ടി അവിടെ തുറക്കുകയാ. അവൾ ചെയ്യേണ്ടുന്ന കാര്യം അവൾക്ക് ചെയ്യാൻ വേണ്ടി ആ വാതിൽ അവിടെ തുറന്നു വരികയാ. ഓ ഹല്ലേലൂയ. ഇന്നലെ വരെ ആരോ ഉരുട്ടി വെച്ച കല്ലും കണ്ടിട്ടാ മറിയ തലേ ദിവസം വീട്ടിലേക്ക് പോയത്. കർത്താവെ നാളെ മോർണിംഗിൽ ഞാൻ ചെല്ലുമ്പോൾ ആ കല്ല് അവിടെ കാണുമല്ലോ. എനിക്ക് വേണ്ടി അതൊന്ന് മാറ്റി തരുന്നേ. എനിക്കൊന്ന് തൊടാൻ പോലും പറ്റത്തില്ല. റോമ സാമ്രാജ്യത്തിന്റെ ഇമ്പീരിയൽ മുദ്ര അതിന്റെ അകത്തുണ്ട്. ഹല്ലേലൂയ. അതിനെ പൊട്ടിക്കുവാൻ ആർക്കും പറ്റത്തില്ല. അപ്പാ എന്നും പറഞ്ഞ് തകർന്ന ഹൃദയത്തോടെ ഇരിക്കുന്ന മറിയ നേരം വെളുത്ത് അവൾ ഓടി കല്ലറയ്ക്കകത്തേക്ക് ഹല്ലേലൂയ കാണുവാൻ, യേശുവിനെ കാണുവാൻ, കയ്യിലിരിക്കുന്ന സുഗന്ധവർഗങ്ങളൊക്കെ ഒന്ന് കൊടുക്കണം, ഒന്ന് പൂശണം. അവളുടെ ഹൃദയത്തിന്റെ ആഗ്രഹം വലുതാ. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം അറിഞ്ഞ് സ്വർഗം ഇടപെടും. ആമേ ഹല്ലേലൂയ. മുന്നിൽ എത്ര വലിയ കല്ലാണെന്ന് പറഞ്ഞാലും ദൈവം ഉരുട്ടി സ്വർഗത്തിലെ ദൂതനെ ദൈവം ഇറക്കും. അത് ഉരുട്ടി നീക്കും. അതിന്മേൽ കയറിയിരിക്കും ദൂതൻ. അതിനെ പിന്നെ ആർക്കും അവകാശപ്പെട്ട് പഴയ സ്ഥാനത്തേക്ക് ഉരുട്ടിക്കയറ്റാൻ പറ്റത്തില്ല. ജോലി കർത്താവ് തന്നെങ്കിൽ അത് പെർമനന്റ് ആയിട്ട് ദൈവം മാറ്റും. ഹല്ലേലൂയ. ഭവനപ്പണി നഷ്ടമായി പോയത് തുടങ്ങിയെങ്കിൽ അത് പൂർത്തീകരിച്ചേ ഹല്ലേലൂയ
ഹാലലു അടങ്ങൂ ദൈവം. ഹാലലു സെരുബാബേലിന്റെ മുന്നിലുള്ള മഹാപർവ്വതമേ, ഹാലലൂയ, ഇന്ന് രാത്രി പറ, അപ്പന് ഓരോരോ പേര് പറഞ്ഞിട്ട് പറ, എന്റെ മുന്നിലുള്ള മഹാപർവ്വതമേ നീ ആരെന്ന് ചോദിക്ക്. അൽമാന ഹത്തുനാരബ ശംദലെ, ഇന്ന് രാത്രിയിൽ റൂബി ബിജോയ് ജമ്മു, ഹല്ലേലൂയ, പേര് പറഞ്ഞിട്ട് പറ, ഹല്ലേലൂയ, എന്റെ മുന്നിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ ആർ. ആമേൻ ആമേൻ. മീര ഉല്ലാസ് പേര് പറഞ്ഞിട്ട് വിളിച്ചു പറ, ഹല്ലേലൂയ, നീ ആർ എന്റെ മുന്നിൽ നിൽക്കുന്ന. ഓരോരുത്തർ അവരുടെ പേര് വിളിച്ചു പറഞ്ഞ പറ. സെരുബാബേലിന്റെ മുന്നിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ ആർ. ഹല്ലേലൂയ, നീ സമഭൂമിയാകും. കൃപ കൃപ എന്നാർത്ത് ആണിക്കല്ലടിച്ച് ഓ റീ ബാല രബ ശതുരി വീരകൾ ശന്തന ബല ബല ഭൂടം ഭൂരൻ ചാലമനാതുരി ബാലം ഭൂരെ അടകരകടകര പർവ്വത സമാനമായ ചില കല്ലുകൾ ഹല്ലേലൂയ പണികൾക്ക് തടസ്സം ഇട്ടുകൊണ്ട് ബിസിനസിന്റെ പോലും പുരോഗതി ഇല്ലാത്തവണ് മൗണ്ടൻ പോലെ ഇങ്ങനെ നിൽക്കുന്ന ഹല്ലേലൂയ പ്രതികൂലങ്ങൾ ഇന്ന് രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ അത് അഴിഞ്ഞു മാറട്ടെ. ശകലകതുരികാരക ശബ്ദനാരവാരവ വിളിച്ചു പറഞ്ഞേ, എന്റെ മുന്നിൽ നിൽക്കുന്ന പർവ്വത സമാനമായ പ്രതിബന്ധമേ നീയാർ. സെരുബാബേലിന്റെ മുന്നിലുള്ള മഹാപർവ്വതമേ നീയാർ. നീ സമഭൂമിയാകും. ഹല്ലേലൂയ. ദൈവം ഒരു പണി കർത്താവ് ദൂതിലേക്ക് കൊണ്ടുപോകുന്നു. ഒരു പണി സ്വർഗം കാണിക്കുന്നു. എവിടെയെങ്കിലും ഒരു പണി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തുന്ന അന്ധകാര ശക്തികൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വിളിച്ചു പറയണം, ഹല്ലേലൂയ, എനിക്ക് വേണ്ടി പുനരുത്ഥാനത്തിന് ശക്തി ഇറങ്ങാൻ പോകുന്ന സമയങ്ങളാണെന്ന് വിളിച്ചു പറ. റബലഹദുരി, അത് ഏത് പ്രൊജക്റ്റുമായിക്കൊള്ളട്ടെ, പണിയോ പ്രൊജക്റ്റോ മിനിസ്ട്രിയോ എന്തുമായിക്കൊള്ളട്ടെ, സ്റ്റാർട്ട് ചെയ്തപ്പം മുതൽ പർവ്വത സമാനമായ പ്രതികൂലങ്ങളാ സ്വർഗം എടുത്ത് കാണിക്കുന്നത്. ഹല്ലേലൂയ. 4 സൈഡ് മതിൽ പോലെ നിൽക്കുകയാ. ഇന്ന് രാത്രി പറ, എന്നെ ഭരിക്കുന്നത് എന്റെ ദൈവമാണെന്ന് പറയാമേ. അന്ധകാരത്തിന് വിട്ടുകൊടുക്കത്തില്ല. സ്വർഗം ചില കല്ലുകളെ ഉരുട്ടി മാറ്റുകയാ. ആ പ്രതികൂലത്തെ ഉരുട്ടി മാറ്റി ദൈവം അതിന്റെ മുകളിൽ ദൂതനെ ഇറക്കുമെന്ന് പറഞ്ഞാൽ മറിയ പിന്നെ നിരാശപ്പെട്ടില്ല. അവിടെ അവളുടെ ഹൃദയത്തിന്റെ ആഗ്രഹം അവിടെ കണ്ടുകൊണ്ട് അവൾ തിരിച്ചു പോയത്. ഇന്ന് രാത്രിയിൽ ദൈവ പൈതലേ, കർത്താവിന്റെ ദൃഷ്ടി നമ്മുടെ മുകളിൽ പതിഞ്ഞാൽ ആമേൻ, ഹല്ലേലൂയ, ലജ്ജിതരായി തീരത്തില്ല. ആമേൻ. വിളിച്ചു പറയണം, അപ്പാ നിന്റെ ഒരു വാക്കുമതി. ഹല്ലേലൂയ, എനിക്ക് യോഗ്യതയില്ല. ഹല്ലേലൂയ, നമുക്ക് യോഗ്യതയൊന്നും കാണത്തില്ല ചിലപ്പം. ഹല്ലേലൂയ, ആമേൻ. ദൈവം ആഗ്രഹിച്ച അളവിൽ ചിലപ്പോൾ എത്തപ്പെടുവാൻ കഴിഞ്ഞു കാണത്തില്ലായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാലും പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. കർത്താവ് അപ്പച്ചന്റെ ഹൃദയത്തിന്റെ അകത്തെ ആ സ്വപ്നം നമ്മളിൽ കൂടി വെളിപ്പെടുവാൻ. ആമേൻ. നമ്മുടെ ജീവൻ ഈ ഉലകം വിട്ടു പോകുന്നതിന് മുന്നമേ ഹല്ലേലൂയ നാം ശ്രമിച്ചു കൊണ്ടേയിരിക്കണം. നമ്മുടെ കുടുംബം, ജോലി, കുഞ്ഞുങ്ങൾ, ഇതിനൊക്കെയും കൂടെ, ഇതിന്റെ എല്ലാം കൂടെ പിതാവിന്റെ ഹൃദയത്തിന്റെ സ്വപ്നം, ആ ദൗത്യം നമ്മെ പറ്റിയുള്ളത്, അത് ചെയ്തെടുക്കുവാനും കൂടെ നമ്മളൊന്ന് ശ്രമിച്ചു കൊണ്ടേയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആ 4 പേർ പക്ഷപാതക്കാരനായ രോഗിയെ ചുമന്നു കൊണ്ടുവന്നത് ദൈവമക്കളെ ആ 4 പേർക്ക് വേണ്ടിയല്ല. എവിടെയോ ഒരു ബൗണ്ടറിക്കകത്ത് ആരും കാണാതെ കേൾക്കാനില്ലാതെ ഒരു വ്യക്തിക്ക് ഒരു സൗഖ്യം വേണമെന്ന് പറഞ്ഞ യേശുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നത്. അവിടെ അവർക്ക് സൗഖ്യം കിട്ടുകയാ. നമുക്കും അതുപോലെ അനേകരുടെ പ്രാർത്ഥനകൾ, വിഷയങ്ങൾ ഏറ്റെടുക്കാം, പ്രാർത്ഥിക്കാം. പാപത്തിൽ കിടക്കുന്നവരെ നമുക്കും കരകയറ്റി ഉയർത്താം. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നമുക്ക് പ്രാർത്ഥനയോടെ അല്പസമയം കൂടെ ഒരു 2 മിനിറ്റ് ഇന്ന് രാത്രിയിൽ പരിശുദ്ധ പിതാവേ അങ്ങയുടെ സന്നിധിയിൽ പ്രിയ കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആർക്കും അവകാശപ്പെടുവാൻ കഴിയാത്ത ഒരു വഴി എന്റെ സ്വർഗം ഇന്ന് രാത്രിയിൽ പ്രിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോകുന്നത്, പ്രിയ കുടുംബങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോകുന്നതിന് നന്ദി പറയുന്നു. കർത്താവേ, ഹല്ലേലൂയ. യേശുവേ, അങ്ങയുടെ ദാസിയെ കുടുംബമായി ഏൽപ്പിക്കുന്നു, ഈ മിനിസ്ട്രിയെ ഏൽപ്പിക്കുന്നു, കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവേ, ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ അത്ഭുതത്തിന്റെ ടെസ്റ്റ് മണി അങ്ങയുടെ മക്കൾ പറയുന്നത് കേൾക്കുവാൻ
ചെയ്യുവാൻ സഹായിക്കുമാറാകണം. ഓരോ കുടുംബത്തിന്റെ അകത്ത് അത് മറ്റുള്ളവർക്ക് വിടുതലിന് കാരണമായി തീരുവാൻ ഇടയാകട്ടെ കർത്താവേ. അപ്പാ നിന്റെ ഒരു വാക്കുമതി, അപ്പാ നിന്റെ ഒരു വാക്കുമതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങയുടെ ദൃഷ്ടി ഒന്ന് പതിപ്പിക്കുമാറാകണമേ. അവർ കടന്നു പോകുന്ന രോഗങ്ങൾ ഈ നിമിഷം ആരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഒരു സൗഖ്യം നടക്കട്ടെ. ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു ഒരുമിച്ചപ്പാ. അത് അത്ഭുതമായി മാറട്ടെ. ഓ, ഭവനപ്പണികൾ ആർക്കെങ്കിലും കംപ്ലീറ്റ് ചെയ്തില്ല എങ്കിൽ അതിനുള്ള പുതുവഴികൾ, ആർക്കും അവകാശപ്പെടാത്ത വഴികൾ സ്വർഗം അവർക്ക് വേണ്ടി തുറക്കുമാറാകണമേ. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് രാത്രിയിൽ എല്ലാ വിഷയങ്ങളും പിതാവിന്റെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നപ്പാ. ഓ, എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം, ഈ മിനിസ്ട്രി അനുഗ്രഹിക്കുമാറാകണം. ഞങ്ങളുടെ കരത്തിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശു നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ഞങ്ങളെയും ഇവിടുത്തെ മിനിസ്ട്രിയെയും നോർത്ത് ഇന്ത്യയിലെ ഹരിയാനയിലെ മിനിസ്ട്രിയെയും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. എനിക്ക് ഇത്രത്തോളം സമയം തന്ന പ്രിയ ദേവദാസിയെയും കുടുംബത്തെയും എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.